സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കയ്യിൽ ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10 ഫൈൻ. അപ്പോ ഇതാണ് നമ്മുടെ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ഇവിടെ ഉള്ളത്. ഈ ഇവിടെ ഞാൻ വണ്ണ് വൺ എന്ന് പറയുന്ന ഒരു നമ്പർ, ഈ വൺ എന്ന് പറയുമ്പോൾ അത് വൺ സ്ക്വയറിന് ഈക്വൽ ആണല്ലോ. ഓക്കെ, വൺ സ്ക്വയറിന് ഈക്വൽ ആണ്. ഇനി അതിന്റെ കൂടെ വണ്ണിന്റെ കൂടെ ത്രീ കൂട്ടി, ത്രീ എന്ന് പറയുമ്പോൾ അടുത്ത ഓഡ് നമ്പറാണ്. വണ്ണും ത്രീയും കൂടെ കൂട്ടും. വണ്ണും ത്രീയും കൂടെ കൂട്ടിയപ്പോ എനിക്ക് കിട്ടുന്നത് 4 ആണ്. ആ 4 സത്യം പറഞ്ഞാൽ ഈ 2ന്റെ സ്ക്വയർ ആണ്. ഇനി ആദ്യത്തെ 3 ഓഡ് നമ്പറുകൾ കൂട്ടി, 1 3 5, നമ്മൾ നോക്കുമ്പോൾ അത് എത്രയാണ്? 9 ആണ്. 9 3ന്റെ സ്ക്വയർ ആണ്. ആദ്യത്തെ 4 ഓഡ് നമ്പറുകൾ കൂട്ടി, ആദ്യത്തെ 4 ഓഡ് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 16 ആണ്. ആ 16 4ന്റെ സ്ക്വയർ ആണ്. ശ്രദ്ധിച്ചു. അതുപോലെ ആദ്യത്തെ 5 ഓഡ് നമ്പർ കൂട്ടി അതിന്റെ സം 5ന്റെ സ്ക്വയർ ആണ്. ആദ്യത്തെ 6 ഓഡ് നമ്പർ കൂട്ടി അതിന്റെ സം 6ന്റെ സ്ക്വയർ ആണ്. ആൻഡ് സോ ഓൺ. ആദ്യത്തെ 10 ഓഡ് നമ്പർ വരെ കൂട്ടി നോക്കി, അപ്പൊ അതെന്താണ്? 10ന്റെ സ്ക്വയർ ആണ്. ഫൈൻ. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ആദ്യത്തെ ഒരു n ഓഡ് നമ്പേഴ്സ് കൂട്ടുകയാണെങ്കിൽ, സ്മോൾ n ഓഡ് നമ്പേഴ്സ് കൂട്ടുകയാണെങ്കിൽ അതിന്റെ സമ്മ് n സ്ക്വയർഡ് ആയിരിക്കും. അതായത് ആദ്യത്തെ 20 ഓഡ് നമ്പർ കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 20ന്റെ സ്ക്വയർ 400 ആയിരിക്കും. ആദ്യത്തെ 15 ഓഡ് നമ്പർ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 15ന്റെ സ്ക്വയർ 225 ആയിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഉറപ്പായി. പക്ഷേ ആദ്യത്തെ 10 നമ്പറിന്റെ കാര്യം മാത്രമേ നമ്മളിവിടെ ടെക്നിക്കലി കൂട്ടി കാണിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ 10 നമ്പറിന്റെ കാര്യത്തിൽ വിശ്വാസം വന്നെങ്കിലും 11ാമത്തെ ശരിയാണോ എന്ന് നമുക്ക് കണ്ണുപൂട്ടി പറയാൻ പറ്റില്ല. സംശയമുള്ള ഒരാളെങ്കിലും കാണും. എല്ലാവരും ഒന്ന് വിശ്വസിക്കണമെന്നില്ല. ഞാൻ പറയുന്ന കാര്യം അതേപോലെ വിശ്വസിക്കണമെന്നില്ല. സംശയമുള്ള ഒരാൾ കാണും. അയാൾ 11 എന്ന് എഴുതി നോക്കും. അതേ ആൾക്ക് 11 കിട്ടി എന്ന് പറഞ്ഞ് ചിലപ്പോൾ 12ല് സംശയം കാണും. 12ല് ചിലപ്പോൾ തെറ്റിയാലും തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ. ആദ്യത്തെ 10 11 എണ്ണത്തിന് മാത്രമല്ലേ തെളിയിച്ചിട്ടുള്ളൂ. ആദ്യത്തെ 11 12 ഓഡ് നമ്പേഴ്സ് കൂട്ടുമ്പോ കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞ തെറ്റിയാലും സംശയം കാണും. ആ ഒരു പെർട്ടിക്കുലർ ആളിന് എത്ര നമ്പർ ഞാൻ കാണിച്ചാലും അടുത്ത നമ്പറിൽ ഒരു സംശയം കാണും. എത്ര നമ്പർ കാണിച്ചാലും ഇതിന് ശരിയാണല്ലോ, ഇനിയിപ്പോ അങ്ങോട്ടെല്ലാം ശരിയായിരിക്കും എന്ന് പറഞ്ഞാലും അയാളുടെ മനസ്സിൽ സംശയം കാണും. അടുത്ത ശരിയായില്ലെങ്കിലും അങ്ങനെ സംശയമുള്ള മനസ്സിനെ അല്ലെങ്കിൽ സംശയമുള്ള ആൾക്കാർക്ക് നമ്മളൊരു തെളിവ് കൊടുക്കണം, പ്രൂഫ് കൊടുക്കണം. ആ പ്രൂഫിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഞാനിവിടെ എഴുതിയിട്ടുള്ള കാര്യം കണ്ടോ, 1 + 3 + 5 + അങ്ങനെ nth ഓഡ് നമ്പർ 2n - 1, 2n - 1. ഫസ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 1 ആണല്ലോ. അപ്പൊ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് 2 × 1 - 1, 2 × 1 - 1. അതാണ് ഫസ്റ്റ് ഓഡ് നമ്പർ 1. രണ്ടാമത്തെ ഓഡ് നമ്പർ 2 × 2 - 1, 4 - 1 3. മൂന്നാമത്തെ ഓഡ് നമ്പർ 2 × 3 - 1, 6 - 1 5. ഇതാണ് nth ഓഡ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതിന്റെ സ്ഥാനത്ത് സൂചിപ്പിക്കുന്നത് ഈ നമ്പറാണ്. അതുകൊണ്ടാണ് nth ഓഡ് നമ്പറിന് 2n - 1 എന്ന് എഴുതുന്നത്. ഇത്രയും പേരുടെ സം എന്താണ്? n സ്ക്വയർഡ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഫോർമുല. പക്ഷെ ആ ഫോർമുല ശരിയാണെന്ന് ആദ്യത്തെ 10 ഞാൻ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ലോജിക്കലി വാലിഡ് ആയ മെത്തേഡ് അല്ല. ആദ്യത്തെ 10 ശരിയാണല്ലോ, ഇനി അങ്ങോട്ട് ശരിയായിരിക്കും. നമ്പറുകൾ 10 നമ്പറുകളല്ലല്ലോ ഈ ലോകത്തുള്ളത്. 100 ഉണ്ട്, 1000 ഉണ്ട്, 2 ലക്ഷം, 1 കോടി, കോടിയുടെ അപ്പുറത്ത് നമ്പറുകളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും തെറ്റിയാലോ എന്ന സംശയം എപ്പോഴും ഒരാൾക്കുണ്ടാവും. അതുകൊണ്ട് ആദ്യത്തെ 2 3 നമ്പർ അല്ലെങ്കിൽ 10 15 100 നമ്പർ കാണിച്ചെന്ന് പറഞ്ഞ് അത് ഒരു ലോജിക്കലി വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് മെത്തേഡ് അല്ല. എന്നും പറഞ്ഞ് നമുക്ക് നാട്ടിലുള്ള എല്ലാ നമ്പറിനും ഇത് നോക്കിക്കൊണ്ടിരിക്കാനൊന്നും സമയമില്ല, നമ്മുടെ ടൈമും ഇല്ല. വേറെ ഇൻഫൈനൈറ്റ്ലി മെനി നമ്പേഴ്സ്. ഈ നമ്പറുകൾക്കെല്ലാം ഈ സംശയമുള്ള ആൾക്ക് അയാൾ ഉദ്ദേശിക്കുന്ന നമ്പറിനെല്ലാം ഇത് കൂട്ടി വരുമ്പോഴേക്കും നമ്മുടെ സമയവും ജീവിതവും എല്ലാം നശിച്ചിരിക്കും.
നമ്പറുകൾ അനന്തമാണ്, ഇഷ്ടംപോലെ നമ്പറുകൾ ഉണ്ട് താൻ. അപ്പോ എങ്ങനെ എങ്ങനെ നമുക്ക് ആ ഒരു പ്രൊസീജിയർ, ഈ ഒരു പ്രൊസീജിയർ വളരെ എഫക്റ്റീവായി നേടിയെടുക്കാം, അതിനെ പറ്റിയാണ് ഞാൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന മെത്തേഡ്, നമ്മൾ ഈ പ്രൂഫ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്, അതാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതിനെ ഞാൻ പി എന്നായിരിക്കും ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. അത് എല്ലാ നാച്ചുറൽ നമ്പർ n കൊടുത്താലും ശരി എന്നായിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. സപ്പോസ് നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ളത് 1+2+1+3+etc+2n-1 n² ആണ്. ഇതാണ് നമ്മുടെ പി എൻ. എന്നിന് എന്ത് വാല്യൂ കൊടുത്താലും ശരി, എന്നിന് 1 കൊടുത്താലും ശരി, അതാണ് ഇവിടെ കാണുന്നത്. എന്നിന് 1 കൊടുത്താലും ശരി, എന്നിന് 2 കൊടുത്താലും ശരി, എന്നിന് 3 കൊടുത്താലും, എന്നിന് 10 കൊടുത്താലും, ഇനി എന്നിന് 1000 കൊടുത്താലും ശരി എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അതാണ് സ്റ്റേറ്റ്മെന്റ്. പി എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. നമുക്ക് തെളിയിക്കാൻ തരുന്ന ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ കാര്യം എഴുതി നമുക്ക് തരാൻ പോകുന്ന അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്റെ നാച്ചുറൽ നമ്പറിനെ സൂചിപ്പിക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം തെളിയിക്കേണ്ടത് പി ഓഫ് 1 ഇസ് ട്രൂ. അതായത് 1 കൊടുത്താൽ, അതായത് ആദ്യത്തെ കേസിൽ ഇത് ശരിയാണോ? അതായത് ഇപ്പോ ആദ്യത്തെ ഓഡ് നമ്പറിന്റെ സം, ആദ്യത്തെ ഓഡ് നമ്പർ 1, അതിന്റെ സം 1 തന്നെ ശരിയാണ്. n² 1 എടുത്താൽ കിട്ടും, സം കിട്ടും. ഇനി അല്ല, വേണമെങ്കിൽ 2 കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ഓഡ് നമ്പർ കൂട്ടുക. 1+3 അതെത്രയാണ്? 4 ആണ്. 4 2ന്റെ സ്ക്വയർ ആണ്. 2ന്റെ സ്ക്വയർ ആണ്. നമ്മുടെ മനസ്സിലെ സംശയം മാറി. അപ്പൊ ആദ്യം ഇനീഷ്യൽ കണ്ടീഷൻ പ്രൂവ് ചെയ്യുക. ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ തെളിയിക്കണം. ഇനീഷ്യൽ കണ്ടീഷൻ തെളിയിക്കണം. ഇനീഷ്യൽ കണ്ടീഷൻ തെളിയിക്കണം. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. പി ഓഫ് കെ, അതായത് ഏതോ ഒരു വാല്യൂ, കേത്ത് വാല്യൂ ജനറൽ ടേം ആണ്. കേത്ത് വാല്യൂന് ശരിയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അതിന്റെ പേരാണ് ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ്. ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ്. നമുക്ക് എന്തില്ല, ഉറപ്പൊന്നുമില്ല, ശരിയാണെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മളങ്ങ് എടുക്കുന്നു, അത് ശരിയാണെന്ന് ഉറപ്പിക്കുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ച് പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. പി ഓഫ് കെ പ്ലസ് കെ ശരിയാണ് എന്ന് അസ്യൂം ചെയ്യണം. അതിന്റെ തൊട്ടടുത്ത ആളാണ് കെ പ്ലസ് 1. അത് ശരിയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ പി ഓഫ് 10 ശരിയാണെന്ന് അങ്ങ് അസ്യൂം ചെയ്യും. പി ഓഫ് 10 ശരിയാണ്, അല്ലെങ്കിൽ പി ഓഫ് 20 ശരിയാണ് എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കും. തെളിവൊന്നുമില്ല കേട്ടോ, അങ്ങ് വിചാരിക്കും. എന്നിട്ട് നമ്മൾ തെളിയിക്കാൻ പോകുന്ന എന്താണ്? 21, പി ഓഫ് 21, അതായത് ആദ്യത്തെ 21 ഓഡ് നമ്പറിനെ കൂട്ടുമ്പോൾ 21ന്റെ സ്ക്വയർ കിട്ടുന്നു എന്ന് തെളിയിക്കണം. ഇതാണ് പ്രൊസീജിയർ. ഇങ്ങനെ നമ്മൾ തെളിയിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ആ എഴുതി വെച്ച സ്റ്റേറ്റ്മെന്റ് സംശയ ലെവലേശമില്ലാതെ പ്രൂവ് ആയിട്ടുണ്ടാവും. വീണ്ടും പറയുന്നു, പി ഓഫ് 1 ട്രൂ ആണെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. അത് തെളിയിക്കണം. ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷൻ ശരിയാണെന്ന് തെളിയിക്കണം. എന്നിട്ട് പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തിട്ട്, ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് അസ്യൂം ചെയ്തിട്ട് പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തെളിയിച്ചു കഴിഞ്ഞു. ശരി, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് ഈ ജസ്റ്റ് ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് പി ഓഫ് 1 ശരിയാവുക, അതായത് ഈ മാലപ്പടക്കത്തിന് തിരി കൊടുക്കുന്ന പോലെയാണ്. പി ഓഫ് 1 ശരിയാണെന്ന് നമ്മൾ തെളിയിക്കും. അതിനുശേഷം നമ്മൾ തെളിയിക്കുന്ന ആളാണ് രസം. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ, ലൂപ്പ് ചെയ്യുന്നത് പോലെയാണ്. അതായത് പി ഓഫ് കെ ശരിയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ആള് കെ പ്ലസ് 1 ശരിയായിരിക്കും. അതായത് ആദ്യത്തെ ഒരു ഓഡ് നമ്പറിന്റെ സം എടുക്കുമ്പോൾ 1ന്റെ സ്ക്വയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് 1 കഴിഞ്ഞ അടുത്ത് എന്താണ്? 2. ആദ്യത്തെ 2 ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2ന്റെ സ്ക്വയർ 4 കിട്ടുമെന്നാണ് തെളിയിക്കുന്നത്. അതായത് കെ ശരിയാണെങ്കിൽ കെ പ്ലസ് 1 ശരി. കെ ശരി, അപ്പൊ 1 ശരിയാണെങ്കിൽ 2 ശരിയാവും, 2 ശരിയായാൽ 3 ശരിയാവും, 3 ശരിയായാൽ 4 ശരിയാവും, 4 ശരിയായാൽ 5 ശരിയാവും, ആൻഡ് സോ ഓൺ.
ആ ഒരു ലിങ്ക് ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങോട്ടെല്ലാം താനെ ശരിയായി പോയിക്കൊണ്ടിരിക്കും. അപ്പോ വണ്ണിന് ഞാൻ ഇവിടെ നോക്കുക, ഇവിടെ കുറച്ച് ബ്ലോക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. വണ്ണിന് ശരിയായി, അതായത് ഞാൻ ഈ വൺ എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിനെ തട്ടിവിട്ടു. അതാണ് പി ഓഫ് വണ്ണിന് ട്രൂ ആണെന്ന് തെളിയിക്കുന്ന പ്രോസസ്സ്. രണ്ടാമത് പി ഓഫ് കെക്ക് ശരിയാണെങ്കിൽ കെ പ്ലസ് വണ്ണിന് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് വേറൊന്നുമല്ല, ആദ്യത്തെ ആളെ തട്ടിവിട്ടാൽ തൊട്ടടുത്ത ആളുടെ തട്ടി അയാൾ വീണിരിക്കും എന്ന് ഉറപ്പുവരുത്തിയാണ്. അടുത്തടുത്തുള്ള ആൾക്കാരിൽ ആദ്യത്തെ ആളെ ഞാൻ തട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളും അയാളുടെ വീഴ്ച കാരണം വീണിരിക്കും എന്ന് ഉറപ്പുവരുത്തും. അത്രയും ഡിസ്റ്റൻസിൽ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തും. എന്നിട്ട് ആദ്യത്തെ ആളെ ചുമ്മാ തട്ടിവിട്ടാൽ മതി, അങ്ങോട്ടുള്ള എല്ലാവരും താനെ വീണോളും. അങ്ങോട്ട് ഞാൻ മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. താനെ വീണോളും, അങ്ങോട്ട് മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇതാണ് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. മീൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ പ്രോസസ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നടക്കുന്ന പ്രൊസീജിയർ ഇതാണ്. അപ്പോ ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാൻ പോവുകയാണ്. ഈ പറഞ്ഞ ഒരു കാര്യം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന പ്രൊസീജിയർ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നോക്കാം. സേ നമുക്കിവിടെ തന്നിട്ടുള്ളത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 2n-1 ഈക്വൽ ടു n സ്ക്വയർഡ്. ഇതാണല്ലോ തെളിയിക്കാനുള്ള ആദ്യത്തെ n ഓഡ് നമ്പറുകൾ. സോറി, 2 എന്നൊക്കെ എഴുതിപ്പോയി, അറിയാതെ എഴുതിപ്പോയതാണ്. പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് 2n-1 എന്താണ്? n സ്ക്വയർ എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇതിന്റെ പ്രൂഫ് നോക്കാം. ഇൻഡക്ഷന്റെ ഫസ്റ്റ് പരിപാടി പി ഓഫ് എൻ ആയിട്ട് ഈ പുള്ളിക്കാരനെ എടുക്കുന്നു. പി ഓഫ് എൻ ആയിട്ട് ഈ പുള്ളിക്കാരനെ എടുക്കുന്നു. പി ഓഫ് 1 എടുക്കുന്നു. പി ഓഫ് 1 അതായത് ആദ്യത്തെ പ്രൈം നമ്പർ, അതായത് എന്നിന് 1 കൊടുക്കുക. എന്നിന് 1 കൊടുത്താൽ എന്താണ്? 2 × 1 - 1. 2 × 1 - 1 1. അവിടെ വെച്ച് ഇത് നിർത്താം, അതായത് 1ൽ തന്നെ നിർത്തേണ്ടി വരും. വിച്ച് ഇസ് ഈക്വൽ ടു 1ന്റെ സ്ക്വയർ ആണ്. 1ന്റെ സ്ക്വയർ ആണ്. therefore പി ഓഫ് 1 എന്താണ്? ട്രൂ ആണ്. പി ഓഫ് 1 ട്രൂ ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ പ്രൂവ് ആയി. അടുത്ത കണ്ടീഷൻ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് ആണ്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ. നമ്മള് പി ഓഫ് കെ ട്രൂ ആണെന്ന് അങ്ങ് വിചാരിക്കുകയാണ്. അതായത് ആദ്യത്തെ കെ ഓഡ് നമ്പറിനെ കൂട്ടിയാൽ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് kth ഓഡ് നമ്പർ 2k-1 ആയിരിക്കും. nth ഓഡ് നമ്പർ 2n-1 ആകുമ്പോൾ kth ഓഡ് നമ്പർ 2k-1 ആയിരിക്കും. ഈക്വൽ ടു കെയുടെ സ്ക്വയർ എടുത്താൽ മതി. അത് ഞാൻ ശരിയാണെന്ന് വിചാരിക്കുകയാണ്. കെ ശരിയാണെങ്കിൽ k + 1 ശരിയെന്ന് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് P of k + 1 is true. K + 1 is true. P of k + 1 ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കാൻ പോവുകയാണ്. എന്താണ് പ്രൊസീജിയർ നോക്കാം. 1 + 3 + 5 + എക്സെട്ര പ്ലസ് 2k-1 പ്ലസ് P of k + 1 എന്ന് വെച്ചാൽ കെയുടെ സ്ഥാനത്ത് k + 1 കൊടുക്കണം. അപ്പൊ ഞാൻ 2 × k + 1 - 1 k + 1 - 1 കിട്ടും. കെയുടെ സ്ഥാനത്ത് എന്നിന്റെ സ്ഥാനത്ത് k കൊടുക്കുമ്പോൾ പി ഓഫ് കെ ആയി. എന്നിന്റെ സ്ഥാനത്ത് k + 1 കൊടുക്കുമ്പോൾ പി ഓഫ് k + 1 ആയി. തൊട്ട് മുമ്പത്തെ ടേം k കൊടുക്കുന്ന ടേമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, നമ്മുടെ അസംഷൻ അനുസരിച്ച് ഇത്രയും പുള്ളിയെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? k² ആണ്. ഞാനത് എഴുതി. അസംഷൻ ആണ്, അങ്ങനെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യമായി അത്രയാളെ k² എന്ന് എഴുതി. ഇനി ഈ പുള്ളിക്കാരനെ നോക്കുമ്പോ 2k 2-നകത്തേക്ക് എടുക്കുമ്പോ +2, 2k + 2, അതിന്റെ കൂടെ -1 കൂടെ ഉണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരനെ നോക്കുമ്പോ k² + 2k + 1, 2 - 1 1. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് k + 1 ഹോൾ സ്ക്വയർ ആണ്. ഇത് k + 1 ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം.
അതായത് ആദ്യത്തെ k+1 ഓഡ് നമ്പറുകളെ കൂട്ടിയാൽ നിങ്ങളുടെ സം എന്തായിരിക്കും? k+1² ആയിരിക്കും. അപ്പൊ നമ്മൾ p(k+1) ശരിയാണെന്ന് തെളിയിച്ചല്ലോ. കേക്ക് ശരിയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ k ഓഡ് നമ്പറിനെ കൂട്ടിയാൽ അല്ല k², k+1 ഓഡ് നമ്പറിനെ കൂട്ടിയാലും എന്ത് തന്നെയാണ്? k+1² തന്നെയാണ്. തെളിയിച്ചു. അതായത് കെയുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ 2 ശരിയായിരിക്കും. 2 ശരിയായല്ലോ. 2 ശരിയായല്ലോ, തൊട്ടടുത്ത് 3 ശരിയായിരിക്കും. 3 ശരിയായല്ലോ, തൊട്ടടുത്ത് 4 ശരിയായിരിക്കും. ആൻഡ് സോ ഓൺ. ഇതങ്ങ് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ മൈൻഡ് ചെയ്യണ്ട. കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. 1 ശരിയാണെന്ന് ഉറപ്പിച്ചു. ഇനി അത് തൊട്ടടുത്ത 1 ശരിയായതുകൊണ്ട് അത് തൊട്ടപ്പുറത്തുള്ള ആൾക്കാരെല്ലാം ശരിയാക്കിക്കൊണ്ടിരുന്നോളും എന്ന് നമ്മൾ p(k) ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് p(k+1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക വഴി നടത്തി കഴിഞ്ഞു. ഇനി നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യവുമില്ല. ഇൻഡക്ഷൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യം ശരിയായിരിക്കും. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് ഈ പറഞ്ഞ കാര്യം ശരിയായിരിക്കും. ഹെൻസ് പ്രൂവ്ഡ്. ഇതുപോലെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ അപ്പോഴപ്പോഴായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് തെളിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇനി അടുത്ത കാര്യം എന്താണെന്ന് നോക്കുക. അതാ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്താണ്? ഈവൻ നമ്പറുകളുടെ സം. ആദ്യത്തെ ഈവൻ നമ്പർ 2x1, രണ്ടാമത്തെ ഈവൻ നമ്പർ 2x2, മൂന്നാമത്തെ ഈവൻ നമ്പർ 2x3, അങ്ങനെ nth ഈവൻ നമ്പർ 2x n. ഇവരെല്ലാവരെയും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും? n×n+1 ആയിരിക്കും എന്നാണ് പറയുന്നത്. n×n+1. അതായത് ആദ്യത്തെ 5 ഈവൻ നമ്പർ 2+, 4+, 6+, 8+10. ആദ്യത്തെ 5 ഈവൻ നമ്പർ ഇവരാണല്ലോ. ഇവരെ കൂട്ടി ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ഈ ഫോർമുലയിൽ കൊടുത്താൽ മതി. 5×5+1 30. വേണമെങ്കിൽ കൂട്ടി നോക്കാം. 2+4 6, 6+6 12, 12+8 20, 20+10 30. കറക്റ്റ് ആണ്. ആദ്യത്തെ 30 ഈവൻ നമ്പറിനെ കൂട്ടണം. ആദ്യത്തെ 30 ഈവൻ നമ്പർ സമ്മ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട. 30×31 ആയിരിക്കും. 30×31 ആയിരിക്കും. 930 ആയിരിക്കും. കഴിഞ്ഞു. ഇതാണ് ഈ പറയുന്ന ഫോർമുല. ഈ ഫോർമുല ശരിയാണ് എന്ന് തെളിയിക്കണം. അപ്പോ നമ്മുടെ പ്രൊസീജിയർ നിങ്ങൾക്കറിയാം. ഇനീഷ്യൽ കണ്ടീഷൻ ശരിയാണ്. ഈ പുള്ളിക്കാരനെ p(n) ആയിട്ട് എടുക്കുക. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. n-ന് 1 കൊടുത്താൽ ഇത് ശരിയാണെന്ന് തെളിയിക്കണം. n-ന് 1 കൊടുക്കുമ്പോൾ ആദ്യത്തെ ഈവൻ നമ്പർ സം എടുത്താൽ മതി. ആദ്യത്തെ ഈവൻ നമ്പർ 2x1 കണ്ടോ. 2x1 2-ലാകുമ്പോൾ നിൽക്കാം. സം ചെയ്ത് നിർത്താം. അത് ഈക്വൽ ടു ആദ്യത്തെ ഈവൻ നമ്പർ ആണ്. 1x1+1 ശരിയാണ്. 1x1+1 1x2 2 കിട്ടും. p(1) ശരി, ഉറപ്പിച്ചു. ഇത് വലിയ കാര്യമല്ല എന്ന് തോന്നും. പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്പാണ്. ഇനീഷ്യൽ കണ്ടീഷൻ. ആദ്യത്തെ കല്ലിനെ തട്ടിവിടാൻ മറക്കരുത്. എങ്കിലേ തൊട്ടടുത്ത കല്ലുകളെല്ലാം തട്ടി വീഴത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ കല്ലിനെ തട്ടി. ഇനി അടുത്തെന്താണ് ഉറപ്പുവരുത്തേണ്ടത്? ഫസ്റ്റ് കല്ല് തട്ടിയാൽ അതിന്റെ തൊട്ടടുത്തുള്ള കല്ല് വീഴും എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഞാൻ ഫസ്റ്റ് കല്ല് തട്ടാൻ പോവുകയാണ്. അസ്യൂം p(k) is true. p(k) ട്രൂ ആണ്. അതായത് ആദ്യത്തെ k ഈവൻ നമ്പറുകളെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. 2+, 4+, 6+, etc. plus kth ഈവൻ നമ്പർ 2k ഈക്വൽ ടു k×k+1. k×k+1. ഇത് ശരിയാണ്. അസ്യൂം ചെയ്തു. ഇനി എനിക്ക് എന്ത് തെളിയിക്കണം? k+1 ആദ്യത്തെ k+1 ഇൻഡിജറുകളെ കൂട്ടിയാലും എനിക്ക് ഈ ഫോർമുലയിൽ ഇടാൻ പറ്റും എന്ന് തെളിയിക്കണം. പ്രൂഫ് ഫോർ p(k+1). k+1 ശരിയാണെന്ന് തെളിയിക്കണം. അതായത് അതിന്റെ ഉദ്ദേശം എന്താ കണ്ടല്ല. k+1 2+, 4+, etc. 2k പ്ലസ് അടുത്ത് k+1 ഈവൻ നമ്പർ എന്താണ്? 2x k+1. 2k പ്ലസ് അടുത്ത ഈവൻ നമ്പർ എന്താണ്? 2x k+1. അത് കണ്ടുപിടിക്കാൻ എന്താണ്? n×n+1.
കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ചെയ്താൽ മതി, കിട്ടുമെന്ന് തെളിയിക്കണം. കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ചെയ്താൽ മതി. ഇതാണ് എനിക്ക് തെളിയിക്കാനുള്ളത്. തെളിയിച്ചു കഴിഞ്ഞില്ല, അവര് പറയുന്നുണ്ട് വി മസ്റ്റ് ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ. അത് ശരിയാണെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പൊ നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ അവരെന്ത് ചെയ്യുന്നു, എൽ എച്ച് എസ് എടുക്കുകയാണ്. നമുക്ക് തെളിയിക്കേണ്ട ആളുടെ എൽ എച്ച് എസ് എടുക്കുകയാണ്. 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 2k പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1. ഈ 2, 4, 6 എക്സെട്ര 2k വരെ സമ്മ് k ഇൻറ്റു കെ പ്ലസ് 1 ആണ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസിൽ ഉറപ്പിച്ച കാര്യമാണ്. ആദ്യത്തെ ഇത്ര ആൾക്കാർക്ക് ഇതാണ് സമ്മ്, k ഇൻറ്റു കെ പ്ലസ് 1 ഉറപ്പിച്ചു. ഞാൻ അത് ഉപയോഗിച്ച് അങ്ങ് എഴുതി. എന്നിട്ട് ബാക്കി 2 ഇൻറ്റു കെ പ്ലസ് 1. ഈ രണ്ട് ടേമിലും കെ പ്ലസ് 1 കോമൺ ആണ്, കെ പ്ലസ് 1 കോമൺ. ബാക്കി ഇവിടെ k ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അപ്പൊ കെ പ്ലസ് 2. അപ്പൊ എനിക്ക് തെളിയിക്കേണ്ട കാര്യം എത്തിയല്ലോ. ഇതാണല്ലോ തെളിയിക്കേണ്ടിയിരിക്കുന്നത്. കെ പ്ലസ് 1 കെ പ്ലസ് 2 എന്ന് തെളിയിക്കാൻ തെളിയിച്ചു കഴിഞ്ഞു. പ്രൂഫ് ഓവർ. പ്രൂഫ് ഓവർ. ആദ്യത്തെ കല്ല് വീണാൽ അതിന്റെ ബാക്കിലുള്ള കല്ല് വീഴുന്നിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു. പ്രൂഫ് ഓവറായി മാറ്റപ്പെടുക. യൂസിംഗ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ പ്രൂഫ് ഇസ് കംപ്ലീറ്റഡ്. യൂസിംഗ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ പ്രൂഫ് ഇസ് കംപ്ലീറ്റഡ്. നൗ അടുത്ത കാര്യം നോക്കാം. അടുത്ത പ്രോബ്ലം നോക്കണം. ഇതായിരിക്കും 1 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് എക്സെട്ര പ്ലസ് 3n മൈനസ് 2. അതായത് 3 കൊണ്ട് എന്നിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കുറയ്ക്കണം. അപ്പൊ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ 3 ഇൻറ്റു 1 മൈനസ് 2, 3 ഇൻറ്റു 1 മൈനസ് 2 1, 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 6, 6 മൈനസ് 2 4, 3 ഇൻറ്റു 3 9, 9 മൈനസ് 2 7 എക്സെട്ര 3n മൈനസ് 2. അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട, ഹാഫ് ഇൻറ്റു n ഇൻറ്റു 3n മൈനസ് 1 ചെയ്താണ്. അതായത് ഇങ്ങനെ കുറെ പേരുടെ സമ്മ് എന്താണ്, ഒരു ഇതേപോലത്തെ 10 പേരുടെ സമ്മ് കണ്ടുപിടിക്കണം. 10 പേരുടെ സമ്മ്, അതായത് എന്നിന് 10 കൊടുക്കും. 3 ഇൻറ്റു 10 മൈനസ് 2 30 മൈനസ് 2 28. ഇങ്ങനെ 28 വരെയുള്ള സമ്മ് കണ്ടുപിടിക്കണം. മേടിക്കണ്ട. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 10 30, 30 മൈനസ് 1 29, 5 145, 145 5 ഇൻറ്റു 29 145. എല്ലാവർക്കും ഇത് ശരിയാണ് തെളിയിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ നാട്ടിലുള്ള എത്ര നമ്പർ ഉണ്ട് എല്ലാവർക്കും ശരിയായി നമുക്ക് തെളിയിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അവരാദ്യം തന്നെ പി ഓഫ് 1 ശരിയാണെന്ന് തെളിയിക്കാൻ പോവാണ്. പി ഓഫ് 1 എന്നിന് 1 കൊടുക്കുന്നു. അപ്പൊ 3 ഇൻറ്റു 1 ആദ്യത്തെ ആളെ മാത്രം എടുത്താൽ മതി എന്നാണ്. 3 ഇൻറ്റു 1 മൈനസ് 2 1. അപ്പൊ ആദ്യത്തെ ആള് മാത്രം ഈക്വൽ ടു ഇവിടെ ഞാൻ എന്നിന് വരെ 1 കൊടുക്കുന്നു. 1/2 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 1 മൈനസ് 1, 1/2 ഇൻറ്റു 1 ഇൻറ്റു 2, 2 ഇൻറ്റു വെട്ടിപ്പോവും 1. ശരിയാണ്, ഈ ഫോർമുല വർക്കാവും. 1ന് കാര്യം ശരിയാണ്, ഫോർമുല വർക്കാവും. അടുത്തെന്താണ്, കേക്ക് ശരിയാണെന്ന് അസ്യൂം ചെയ്യും. എന്നിന് വരെ കേക്ക് ശരിയാണെന്ന് അസ്യൂം ചെയ്യും. നമുക്ക് കെ പ്ലസ് 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് കെക്ക് പകരം കെ പ്ലസ് 1 കൊടുക്കാൻ. അതായത് 3k മൈനസ് 2 കഴിഞ്ഞു, അടുത്ത് കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 2. അത് കൊടുത്താൽ കിട്ടാൻ പോകുന്ന ഫോർമുല എന്തായിരിക്കും? കെന് വരെ കെ പ്ലസ് 1 കൊടുത്താൽ മതി. 1/2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 3k പ്ലസ് 1 മൈനസ് 1 ആണെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ അവർ ഈ 3-നകത്തേക്ക് എടുത്തിട്ടുണ്ട്. 3k പ്ലസ് 3 മൈനസ് 2, 3k പ്ലസ് 3 മൈനസ് 2, 3k മൈനസ് 1. പിന്നെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ അതേപോലെ തന്നെ 3k പ്ലസ് 3 മൈനസ് 1, 3k മൈനസ് 2. ഇത് തെളിയിച്ചാലും മതി. അത് സിംപ്ലിഫൈ ചെയ്തതാണ്. ഇത്രയും കുഴപ്പത്തിൽ കിടക്കണ്ട, കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് തന്നെ. അപ്പൊ ഇത് തെളിയിക്കുക. അതിനർത്ഥം എന്താണ്? ഇത് തെളിയിക്കുക. അപ്പൊ ഞാൻ അതിലേക്ക് വേണ്ടി പോകുന്നു. ആദ്യം തന്നെ നമ്മൾ LHS എടുക്കുന്നത് ഇത്രയും പേര്. ഇത്രയും ആൾക്കാരുടെ കാര്യം എനിക്കറിയാം, കാരണം ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ഉള്ളതാണ്. അത് ഹാഫ് ഇൻറ്റു k ഇൻറ്റു 3k മൈനസ് 1 ആണെന്ന് ഞാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതെടുത്ത് എഴുതിയിരിക്കും. ഇനി 3k പ്ലസ് 1 കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് 3k പ്ലസ് 1 പ്രത്യേകം എഴുതി വെച്ചു. അടുത്ത ഞാൻ എന്ത് ചെയ്യാണ്? ഇയാളെ എക്സ്പാൻഡ് ചെയ്യാണ്, kനകത്തേക്ക് എടുക്കുകയാണ്. 3k സ്ക്വയർ മൈനസ് k. കണ്ടോ? 3k സ്ക്വയർ മൈനസ് k. ഈ ഹാഫ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഹാഫ് ഇൻറ്റു അല്ലെങ്കിൽ k ഇൻറ്റു 3k മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു
3k plus 1 the whole divided by 2. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ചെയ്തതാണ് കേട്ടോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അകത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3 6k ആവും, 2 into 2 2 into 1 2 ആവും. അപ്പൊ 3k സ്ക്വയർ മൈനസ് കെ പ്ലസ് 6k പ്ലസ് 2 മൈനസ് കെ 6k 5k ആവും. കഴിഞ്ഞു. ഈ പുള്ളിക്കാരനെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രീതിയിൽ സോൾവ് ചെയ്യാണ്. പ്രോഡക്റ്റ് 6 3 into 2 6 സമ്മ് 5 പ്രോഡക്റ്റ് 6 സമ്മ് 5 വരുമ്പോ 3 into 2 ആണ് 6 3 plus 2 ആണ് 5. അതുകൊണ്ട് 5k 3k plus 2k എന്ന് എഴുതി. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് 3k കോമൺ എടുത്തു, അപ്പൊ k plus 1 ബാക്കി. ഇവിടെ 2 കോമൺ എടുത്തു, k plus 1 ബാക്കി. രണ്ടു പേർക്കും k plus 1 കോമൺ ഉണ്ട്, k plus 1 ഇവിടെ രണ്ടിടത്തും കോമൺ എടുത്തു. ബാക്കി 3k ഉണ്ട്, പ്ലസ് 2 ഉണ്ട്, അപ്പൊ 3k plus 2. RHS ഞാൻ ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യം ഞാൻ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പൊ k plus 1 കാര്യം ശരിയാണ്, കേക്ക് ശരിയാണെന്ന് അസ്യൂം ചെയ്ത് k plus 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്തു. നമ്മുടെ ഉദ്ദേശം കറക്റ്റ് ആണ്. സിമിലർലി നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പ്രോബ്ലങ്ങൾ ഇതുപോലെ ഉണ്ട്. സെയിം ടെക്നിക്കാണ്, ഒരു സ്റ്റെപ്പിനും വ്യത്യാസമില്ല. സത്യം പറഞ്ഞാൽ കെ ശരിയാണെന്ന് അസ്യൂം ചെയ്ത് k plus 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്ന വരെയുള്ള ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മുടെ വിഷയം. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടികൾ പലരും നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കലാണ് നമുക്ക് ഇവിടെയുള്ള ഒരു ടാസ്ക്. സ്റ്റെപ്പ് എല്ലാം സെയിം ആണ്. പി ഓഫ് 1 ശരിയാണെന്ന് അസ്യൂം ചെയ്യുന്നു, പി ഓഫ് 1 ശരിയാണെന്ന് തെളിയിക്കുന്നു, പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്യുന്നു, പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അധ്വാനിക്കുന്നു. അതുവഴി നമുക്ക് ഈ പ്രൊസീജിയർ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. അങ്ങനെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ കഴിയും. ഈ ഒരൊറ്റ പ്രൊസീജിയറാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലുള്ളത്. ശരി, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരി, അടുത്ത ബ്ലോക്ക് സീക്വൻസ് ആൻഡ് സീരീസ്. ഏകദേശം നിങ്ങൾ ഇത് 10ാം ക്ലാസ്സിലെ മാത്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് ആൻഡ് സീരീസിന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചത് കുറച്ച് എക്സ്റ്റൻഷൻ ആണ് നമ്മൾ പോകുന്നത്. സീക്വൻസ് ആൻഡ് സീരീസ്, സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്പറുകളെ കോമയിട്ട് എഴുതുക എന്നുള്ളതാണ് സീക്വൻസ്. നമ്പറുകളെ കോമയിട്ട് എഴുതുക. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 1, 2, 3, 4, എക്സെട്ര സീക്വൻസ്. ഇനി അല്ല 0, 3, 7, -9, 8, എക്സെട്ര. പ്രത്യേകിച്ച് അർത്ഥവും കാര്യങ്ങളും ഒന്നും വേണ്ട, കോമയിട്ട് പറഞ്ഞ് എഴുതിയാൽ മതി. എന്നാ സീക്വൻസ് ആയി. ഈ കോമയ്ക്ക് വരെ പ്ലസ് ഇട്ടാൽ സീരീസ് ആയി. 1 + 2 + 3 എക്സെട്ര സീരീസ് ആണ്. അതേപോലെ 0 + 3 + 7 എക്സെട്ര സീരീസ്. ഇത്രേ ഉള്ളൂ സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്പറുകളെ കോമയിട്ട് എഴുതുക, പ്രത്യേകിച്ച് ഓർഡറോ കാര്യങ്ങളോ ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ സീരീസ് കോമ ഇടേണ്ട സമ്മിട്ടാം. നമ്മൾ ആ കൂട്ടത്തിന് പഠിക്കാൻ പോകുന്നതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഒരു നമ്പറിൽ തുടങ്ങുന്നു, എന്നിട്ടൊരു ഫിക്സഡ് നമ്പർ കൂട്ടി പോകും. അതായത് നോക്കിയാൽ 3 ഫിക്സ് ചെയ്ത് 3ന്റെ കൂടെ 4 7, 7ന്റെ കൂടെ 4 11, 11ന്റെ കൂടെ 4 15, 15ന്റെ കൂടെ 4 19 കിട്ടിക്കൊണ്ട് ഇവിടെ കണ്ട 7 5, 7ന്റെ കൂടെ 2 കുറയ്ക്കുമ്പോ -2 കൂട്ടുമ്പോ നമുക്ക് വിചാരിക്കാം 7 + -2 5, 5 + -2 3, 3 + -2 1, 1 + -2 -1. ഇവിടെ നോക്കാം 1/4 മൈനസ് ചെയ്യുമ്പോഴാണ് 3/4. 1 - 1/4 3/4. 3 + -1/4 1/2. 1/2 + -1/4 1/4. 1/4 + -1/4 0, എക്സെട്ര. പിന്നെ നോക്കുക 2 + 0 2, 2 + 0 2, 2 + 0 2, 2 + 0. ഇതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. കോമയിട്ട് എഴുതിക്കോ, പക്ഷെ ആ കോമ ഇടുന്നതിന് ഒരു നിയമമുണ്ട്. ഒരു നമ്പർ ഫിക്സ് ചെയ്തതിനു ശേഷം അതിന്റെ കൂടെ ഏതെങ്കിലും നമ്പർ കൂട്ടി ഇരിക്കുന്നതാണ് എന്ത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഈ കൂട്ടിയിരിക്കുന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്നാണ്. നമ്മൾ ഒരു നമ്പറിനെ ഫിക്സ് ചെയ്ത് കൂട്ടുന്നില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. സംഗതി കോമൺ ഡിഫറൻസ് തൊട്ടടുത്ത 2 നമ്പറുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. 7 - 3 4, 11 - 7 4, കോമൺ ഡിഫറൻസ് കിട്ടിക്കോളും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടേമിനെ സ്മോൾ എ എന്ന്, കോമൺ ഡിഫറൻസിനെ ഇവിടെ സ്മോൾ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇത് ഫസ്റ്റ് ടേം A1, സെക്കൻഡ് ടേം A2, തേർഡ് ടേം A3, ഫോർത്ത് ടേം A4 എക്സെട്ര. എയുടെ കൂടെ ഡി കൂട്ടി, A+D യുടെ വീണ്ടും ഡി കൂട്ടി A+2D, A+2D യുടെ കൂടെ വീണ്ടും കൂട്ടി A+3D ആൻഡ് സോ ഓൺ. ഇങ്ങനെ കിട്ടിക്കൊണ്ട് nth ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് an. ഫസ്റ്റ് ടേം A1, സെക്കൻഡ് ടേം A2, തേർഡ് ടേം A3, 20th ടേം A20, 50th ടേം A50 ആൻഡ് സോ ഓൺ. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, nth ടേമിനെ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ശ്രദ്ധിക്കാം. A1 A, A2 A+D, A3 A+2D. കുറച്ചുകൂടെ കാര്യമായിട്ട് പറഞ്ഞാൽ A+0 ഇൻറ്റു ഡി എന്ന് അതിനിടയിൽ പറയാം. A+0 ഇൻറ്റു ഡി, 0 ഇൻറ്റു ഡി 0, A+0 0, സോറി A+0 A കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കി, ഈ സഫിക്സിലുള്ള എന്താണോ അതിന്റെ കൂടെ ഒന്ന് കുറവാണ് ഡിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. സഫിക്സിന്റെ കൂടെ എന്താണോ, സഫിക്സിന്റെ താഴെ സഫിക്സിൽ എന്താണോ അതിന്റെ ഒന്ന് കുറവ്. കണ്ടോ, 2 ആയിരുന്നു, ഇവിടെ 1, ഇവിടെ 3 ആയിരുന്നു 2, ഇവിടെ 4 ആയിരുന്നു 3. അപ്പൊ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അവിടെ വെച്ച് ജനറേറ്റ് ചെയ്യും. nth ടേം A+n-1 ഇൻറ്റു ഡി. നിങ്ങൾക്ക് 100ാമത്തെ ടേം വേണം. ഫസ്റ്റ് ടേമും ഡിയും അറിഞ്ഞാൽ മതി. ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ടേം പ്ലസ് 100-1 99 ഇൻറ്റു ഡി നിങ്ങൾക്ക് കണ്ടുപിടിക്കും. അതായത് സീക്വൻസിന്റെ ആദ്യത്തെ 3 ടേം മാത്രം തന്നിട്ട് ഞാൻ ചോദിക്കും നിങ്ങളോട് 100ാമത്തെ ടേം ആണ്. അപ്പൊ ആദ്യത്തെ 3 ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. എന്നിട്ട് ഈ ഫോർമുല ഉപയോഗിച്ച് 100ാമത്തെ ടേം നിങ്ങൾ കണ്ടുപിടിച്ചോളണം. ഇതാണ് ഈ ഫോർമുലയുടെ ഗുണം. സേ ഫോർ എക്സാമ്പിൾ ഇതാ ഇവിടെ നോക്കിക്കോ, 7, 11, 15, 19, 22. 7 + 4 11, 11 + 4 15, 15 + 4 19, സോ ഓൺ. അപ്പൊ ഫസ്റ്റ് ടേം A = 7, കോമൺ ഡിഫറൻസ് D = 4. 4 കുട്ടിയാണല്ലോ പോകുന്നത്. എനിക്ക് ഇതിന്റെ 50ാമത്തെ ടേം വേണം, A50 വേണം 50ാമത്തെ ടേം. അങ്ങനെയാണെങ്കിൽ ഫോർമുല അനുസരിച്ച് A+50 - 1, 50 - 1 ഇൻറ്റു ഡി. 7 + 50 - 1 49 ഇൻറ്റു ഡി 4. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് 7 + 296 303. ഇതായിരിക്കും എന്ത് 50ാമത്തെ ടേം 303 ആയിരിക്കും. ഞാനിവിടെ ആ പടം 3 ടേം മാത്രമേ തന്നുള്ളൂ, 3 അല്ലെങ്കിൽ 5 ടേം. പക്ഷെ നമ്മൾ 50ാമത്തെ ടേം വരെ വളരെ സുഖമായി കണ്ടു. ഇതാ ഇവിടെ നോക്കി വ്യക്തമായിട്ട് ചോദിച്ചിരിക്കുന്നത് 18ാമത്തെ ടേം 23ാമത്തെ ടേം കണ്ടുപിടിക്കാൻ. ഇവിടെ ഫസ്റ്റ് ടേം -11, -11ന്റെ കൂടെ -11 അടുത്ത കോമൺ ഡിഫറൻസ് നോക്കാം. -9 -11 തൊട്ട് മുമ്പത്തെ ടേം മൈനസ് തൊട്ട് ബാക്കിലത്തെ ടേം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ -9 + 11 2. അപ്പൊ കോമൺ ഡിഫറൻസ് എന്താണ്, 2. നമുക്ക് എന്ത് വേണം, 18ാമത്തെ ടേം വേണം, A18. A+18 - 1 ഇൻറ്റു ഡി, ദാറ്റ് ഇസ് -11 + 18 - 1 17 ഇൻറ്റു ഡി 2. അപ്പൊ -11 + 34 നമുക്ക് കിട്ടാൻ പോകുന്നത് 23. ഇവിടുത്തെ 18ാമത്തെ ടേം എന്തായിരിക്കും, 23 ആയിരിക്കും. 23ാമത്തെ ടേം കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 33 ആയിരിക്കും. ആൻഡ് സോ ഓൺ. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പറുകളെ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് അവര് പറയുന്നത് എന്താണ്, ആർത്ത് ടേമും എസ്ത് ടേമും തമ്മിലുള്ള വ്യത്യാസം. ആർത്ത് ടേമും എസ്ത് ടേമും തമ്മിലുള്ള വ്യത്യാസം അത് കണ്ടുപിടിക്കാൻ R-S ഇൻറ്റു ഡി ചെയ്താൽ മതി. R-S ഇൻറ്റു ഡി ചെയ്താൽ മതി അടുത്ത ഫോർമുല. അതായത് 5ാമത്തെ ടേമും 10ാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് A5 - A10 ചെയ്യേണ്ടത് 5 - 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഡി ചെയ്താൽ മതി, വേറൊന്നും ചെയ്യും.
5-10 × d ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതായത് ഇപ്പൊ അതാ ഇവിടെ പറയുന്നില്ല 3-15. ഇപ്പൊ 3-15 പോകണം 12 കൂട്ടണം. 15-12 കൂട്ടുമ്പോ 27 ആവും. 27-12 കൂട്ടുമ്പോ 39 ആവും. അപ്പൊ ഫസ്റ്റ് ടേം 3-ഉം കോമൺ ഡിഫറൻസ് 12 ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് 18ാമത്തെ ടേം 23ാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം. 23ാമത്തെ ടേം മൈനസ് 18ാമത്തെ 23 - 18 ചെയ്യണം. ഇൻറ്റു കോമൺ ഡിഫറൻസ് 23 - 18 5 ആണ്. 5 × 12 60. ഇത്രയും. ഇതാണ് അവരവിടെ പറയുന്ന കാര്യം. നെക്സ്റ്റ് അവരവിടെ സംസാരിക്കുന്നത് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ നമ്പറുകളെയൊക്കെ എന്ത് ചെയ്യാൻ കൂട്ടാൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ നമ്പറുകളെ എന്ത് ചെയ്യാൻ കൂട്ടാൻ. അതായത് നിങ്ങൾക്ക് എന്ത് വേണം? nth ടേം, ആദ്യത്തെ n ടേമുകളുടെ സം വേണം. നമ്മൾ അയാൾ ഡിനോട്ട് ചെയ്യുന്ന SN എന്നാണ് കേട്ടോ. ആദ്യത്തെ n ടേമുകളുടെ സമ്മ് നിങ്ങൾക്ക് വേണം. ആദ്യത്തെ n ടേമുകളുടെ സമ്മ് നിങ്ങൾക്ക് വേണം. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണം കേട്ടോ, എനിക്ക് തെറ്റും. ആദ്യത്തെ n ടേമുകളുടെ സം വേണം. നമ്മളത് SN എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ 10 ടേമിന്റെ സം വേണം. ആദ്യത്തെ 10 ടേം, ആദ്യത്തെ 20 ടേമിന്റെ സം വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോർമുല n/2 × 2a + n - 1 × d. 2a + n - 1 × d. ഇതാണ് അവര് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. nth ടേം, ആദ്യത്തെ 10 ടേമിന്റെ സം കാണുന്ന നോക്കി 10 ÷ 2 × 2 × a, ഫസ്റ്റ് ടേമിന്റെ ഇരട്ടി എടുക്കണം, പ്ലസ് n - 1 × d ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 10 ടേമോ 100 ടേമോ എന്തിന്റെ സം വേണോ കിട്ടും. അപ്പൊ അതാ ഇവിടുത്തെ ചോദ്യം നോക്കിക്കോളാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പർ. ഈ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, എക്സെട്ര ആണ്. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. 1 + 1 2, 2 + 1 3, 3 + 1 4, എക്സെട്ര. അപ്പൊ ഫസ്റ്റ് ടേം 1-ഉം കോമൺ ഡിഫറൻസ് 1. ഇതാണ് അവസ്ഥ, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് n = 100th ടേം വേണം. 100th ടേം കിട്ടാനുള്ള ഫോർമുല S100 = n/2, 100/2 × 2 × a, 2 × 1 പ്ലസ് n - 1, 100 - 1 × d 1. അപ്പോ 100 - 2 50 ആണ്. 100 - 2 50 ആണ്. 2 × 1 2, 100 - 1 99, 99 പ്ലസ് 2 101, 50 × 101 5080. ആദ്യത്തെ 100 നാച്ചുറൽ നമ്പറുകളുടെ സമ്മ് 5080 ആയിരിക്കും. ഇനി ഇവിടെ നോക്കണം, ആദ്യത്തെ 23 നാച്ചുറൽ നമ്പറിന്റെ സം, 23 നാച്ചുറൽ നമ്പറിന്റെ സമ്മ്. ഫസ്റ്റ് ടേം 16, 11 - 16, കോമൺ ഡിഫറൻസ് -5. 11 - 16, മുമ്പിലുള്ള ആള് മൈനസ് ബാക്കിലുള്ള ആള്, തൊട്ട് ബാക്കിലുള്ള ആള് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. 11 - 16 -5, കോമൺ ഡിഫറൻസ് -5. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 23 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് S23. ഫോർമുല അനുസരിച്ച് 23/2 × 2 × a, 2 × 16 പ്ലസ് n - 1, 23 - 1 × d × -5. ഇതാണ് ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു 23/2, 2 × 16 32, 22 × -5, 22 × -5, 22 × -5 -110, -110, 32 × -110, 32 × -110, 23/2 ഇൻറ്റു മൈനസ് ഉണ്ടാവും, -8, 78, 78. 78 ഡിവൈഡഡ് ബൈ 2, 78 ഡിവൈഡഡ് ബൈ 2 39, മൈനസ് 23 ഇൻറ്റു 39, -23 ഇൻറ്റു 39 കിട്ടിയിട്ടുണ്ട് 897, -897. ആദ്യത്തെ 23 പേരുടെ സമം -897 കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? AP യുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. AP യുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്.
അങ്ങനെ AP-യുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം ചെയ്തു നോക്കാം, ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ചോദിക്കാം. ഇതാണ് കൺസെപ്റ്റ്. ഇതാണ് കൺസെപ്റ്റ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. എല്ലാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വഴിയാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഉള്ളത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്താണ്? ജിയോമെട്രിക് പ്രോഗ്രഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു നമ്പർ ഫിക്സ് ചെയ്തതിനു ശേഷം വേറൊരു നമ്പർ കൂട്ടി 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 പോകുന്നതാണ് എന്ത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഈ കൂട്ടുന്നതിന് പകരം മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടു ഫസ്റ്റ് നമ്പർ, 2 into 2 4, 4 into 2 6 വരേണ്ടതായിരുന്നു. 6 വരേണ്ടതായിരുന്നു. 2 into 2 4, 4 into 2 8, 8 into 2 16 and so on. കണ്ടല്ലേ? വേറൊരു നല്ല എക്സാമ്പിള് നോക്കുകയാണെങ്കിൽ, വേറെ നല്ല എക്സാമ്പിൾ ഉണ്ടോ നോക്കട്ടെ. 2 into 1/2, 1 into 1/2, 1/2, 1/2 into 1/2, 1/4. ഇനി ഇവിടെ നോക്കുക 3 വേണ്ട, അത് വേണ്ട. 3 into 2 6, 6 into 2 12, 12 into 2 24, so on. ഇങ്ങനെ കിട്ടിക്കൊണ്ട് ഇതാണ് എന്ത്? അരിത്തമെറ്റിക് ജിയോമെട്രിക് പ്രോഗ്രഷൻ, GP. ജിയോമെട്രിക് പ്രോഗ്രഷൻ അഥവാ GP. അപ്പൊ ഫസ്റ്റ് ടേം എന്റെ ഫസ്റ്റ് ടേം ആയിട്ടും ഈ ഗുണിച്ചോണ്ടിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ അതിനെ സ്മോൾ r ആയിട്ടുമാണ് എടുക്കുന്നത്. അയാളുടെ പേര് കോമൺ റേഷ്യോ. ഇവിടെ ഫസ്റ്റ് ടേം A1, സെക്കൻഡ് ടേം A2, തേർഡ് ടേം A3, ഫോർത്ത് ടേം A4 എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ nth ടേമിനെ AN എന്ന് പറഞ്ഞായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, A1 A ആണ്, A2 AR ആണ്, A3 AR² ആണ്, A4 AR³ ആണ്. അതായത് നിങ്ങൾക്ക് എത്രാമത്തെ ടേം ആണ് വേണ്ടത്? അയാളെ A into R⁻, ആ സഫിക്സ് മൈനസ് ആണ്. നോക്കണം, A1 എന്ന് പറഞ്ഞാൽ A into R⁻1 - 1, R⁻0, എനിത്തിങ് ⁻0 1 ആണ്. അപ്പൊ A into 1 A തന്നെ. AR R⁻2 - 1, 1. A3 R⁻3 - 1, 2. ഇങ്ങനെ കിട്ടും. അപ്പോ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇത്രയേ ഉള്ളൂ. nth ടേം is equal to A into R⁻n - 1. R⁻n - 1നെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് nth ടേം കിട്ടും. അതേസമയം നിങ്ങള് മുമ്പിലത്തെ ടേമിനെ പിന്നിലത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് AR ഡിവൈഡഡ് ബൈ A ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോമൺ റേഷ്യോ കിട്ടും. AR² - AR ചെയ്താലും Aയും Rഉം വെട്ടിപ്പോയിട്ട് നിങ്ങൾക്ക് 6 കിട്ടും. കഴിഞ്ഞു. തൊട്ട് മുമ്പിലത്തെ ടേമിൽ നിന്ന് പിന്നിലത്തെ ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോമൺ റേഷ്യോ കിട്ടും. കഴിഞ്ഞു. ഓക്കെ. അപ്പോ നമ്മള് കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക. കോമൺ റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കി nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് കിട്ടി. ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഡിറ്റർമിൻ 12th ടേം ഓഫ് എ GP whose 8th term is 192. 12th ടേം കണ്ടുപിടിക്കണം. അതായത് A12 കണ്ടുപിടിക്കണം. A12ന്റെ ഫോർമുല എന്ന് പറയുന്നത് A into R⁻12 - 1, 11. പക്ഷെ 8th ടേം തന്നിട്ടുണ്ട്. A8 എന്ന് പറഞ്ഞാൽ എന്താണ്? A8 എന്ന് പറഞ്ഞാൽ എന്താണ്? A8 എന്ന് പറഞ്ഞാൽ 192 ആണ് തന്നിട്ടുണ്ട്. 192. അതായത് A into R⁻8 - 1, 7 equal to 192. 192 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണ്. A12 by A8 ഈക്വൽ ടു A into R⁻11 ഡിവൈഡഡ് ബൈ A into R⁻7. Aയും Aയും വെട്ടിപ്പോവും, R⁻7 വെട്ടിപ്പോവും. R⁻7 വെട്ടിപ്പോയാൽ ഇവിടെ R⁻4 ഉള്ളൂ. താഴെ എല്ലാവരും വെട്ടിക്കളഞ്ഞു. R⁻7 Aയും ഒക്കെ വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് A⁻8നെ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A⁻12 is equal to A⁻n into R⁻4. A⁻8 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 192 ആണെന്നും, കോമൺ റേഷ്യോ 2 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ 2⁻4.
2 4 16 ആണ്. 192 into 16. 192 into 16 ഇതാ എഴുതിയിട്ടുണ്ട്. 3072. 3072 കഴിഞ്ഞു. ഇതാണ് എന്താ ജി പി യെ കുറിച്ച് പറയാനുള്ളത്. അതിന്റെ കൂടെ ജി പിയുടെ സം കണ്ടുപിടിക്കാനുള്ളത്, അതായത് ആദ്യത്തെ n ടേംസ് ഓഫ് അതിന്റെ ജി പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നിട്ടുണ്ട്. ആദ്യത്തെ n ടേംസ് ഓഫ് എ ജി പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നിട്ടുണ്ട്. ഇതാണ് ഫോർമുല. നമുക്ക് വേണമെങ്കിൽ അയാളെ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. സോറി, കൺവേർട്ട് ചെയ്യേണ്ടത് മതി. കൺവേർട്ട് ചെയ്യേണ്ടത് മതി. ആദ്യത്തെ n ടേംസ് കണ്ടുപിടിക്കാനുള്ള n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതിനാണ് ക്യാപിറ്റൽ എസ് കിടക്കുന്നത്. a into 1 minus r raised to n divided by 1 minus r. അപ്പൊ അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 20 ടേമിന്റെ സം കണ്ടുപിടിക്കാൻ, ഇവിടെ ഫസ്റ്റ് ടേം a is equal to 128. S20 ആണ് കണ്ടുപിടിക്കാനുള്ളത്. കോമൺ റേഷ്യോ 128 ഡിവൈഡഡ് ബൈ എന്താണ് -96 എന്ന് അറിയണം. അപ്പൊ നമ്മള് -96 ഡിവൈഡഡ് ബൈ 128, തൊട്ട് മുമ്പിലുള്ള ടേം ഡിവൈഡഡ് ബൈ ശേഷമുള്ള ടേം, തൊട്ട് ശേഷമുള്ള ടേം ചെയ്താൽ മതി. അപ്പൊ കോമൺ റേഷ്യോ കിട്ടും. അപ്പൊ 96 ആവുമ്പോ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. 8 ഇല്ല, 8 കൊണ്ട് ഡിവിഷൻ നടക്കില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് 4 ആവുമ്പോ -2, 1 ബാക്കി വരും 4 ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 2, 32. -24 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, -3/4. -3/4. അപ്പൊ -3/4 ആണ് നമ്മുടെ കോമൺ റേഷ്യോ. -3/4 ആണ് കോമൺ റേഷ്യോ. അപ്പൊ ഈ ഫോർമുലയിൽ കൊടുക്കുന്നു S20 20ാമത്തെ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു a into 128 into 1 minus 3/4 raised to 20 divided by 1 minus -3/4. അപ്പൊ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഈ ഒരു നമ്പർ കിട്ടി. 4 raised to 20 minus 3 raised to 20. 4 raised to 20 minus 3 raised to 20 ഒരു ഹ്യൂജ് നമ്പർ ആയിരിക്കും. ഹ്യൂജ് നമ്പർ ആയിരിക്കും. അത് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മാർക്ക് കിട്ടും. അപ്പൊ ഇതാണ് എന്ത് ചെയ്യാനുള്ളത്, ജി പി യെ പറ്റി പറയാനുള്ളത്. ജി പി യെ പറ്റി പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. നിങ്ങളുടെ ഫോർമുല എ പിയിലും നിങ്ങളുടെ ഫോർമുല എന്താണ്, എ പി എന്താണെന്ന് മനസ്സിലാക്കി nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, എ എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും, പിന്നെ സം ഓഫ് nth ടേം, ആദ്യത്തെ n ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും, ഇത് രണ്ടുമാണ് ജിയോമെട്രിക് പ്രോഗ്രഷനിലും എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലും നമ്മൾ കണ്ടെത്തുന്നത്. ജിയോമെട്രിക് പ്രോഗ്രഷനിലും അരിത്തമെറ്റിക് പ്രോഗ്രഷനിലും നമ്മൾ കണ്ടെത്തുന്നത്. ഇത് രണ്ടുമാണ് അവരുടെ ഒരു രീതി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ആണ്, അരിത്തമെറ്റിക് ജിയോമെട്രിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് ജിയോമെട്രിക് പ്രോഗ്രഷൻ വളരെ ഒരു എന്താ പറയേണ്ടത്, അങ്ങനെ ഒരു സുഖമില്ലാത്ത ഒരു പ്രോഗ്രഷൻ ആണ് പുള്ളി. പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതായത് AGP, അരിത്തമെറ്റിക് ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഫസ്റ്റ് ടേം ആയിട്ട് കിടക്കുന്ന AB ആണ്. AB അതില് എയുടെ കൂടെ D കൂട്ടുന്നു, ബിയുടെ കൂടെ R മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി അകത്ത് വീണ്ടും D കൂട്ടുന്നു, പുറത്ത് വീണ്ടും R മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും വീണ്ടും വീണ്ടും ഒരേപോലെ തുടർന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് രണ്ടുപേരുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഓക്കെ, രണ്ടുപേരുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ അതിൽ ആദ്യത്തെ ആള് എയുടെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിക്കൊണ്ടിരിക്കുക, അതേസമയം തൊട്ടടുത്ത ആള് ബിയുടെ കൂടെ ഒരാളെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഫസ്റ്റ് ടേം ഇതാണ്, സെക്കൻഡ് ടേം ഇതാണ്, തേർഡ് ടേം ഇതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സഫിക്സ് എന്താണോ അതിൽ നിന്ന് ഒന്ന് കുറവാണ് ഡിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ 2 ആയിരുന്നപ്പോ 2 - 1 1, 3 ആയിരുന്നപ്പോ 3 - 1 2. അതേപോലെ സഫിക്സ് എന്താണോ അതിൽ നിന്ന് ഒന്ന് കുറവുള്ള പവർ ആണ് ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. A2 R raised to 1, A3 R square. അപ്പോ
ഇതിന്റെ nth ടേമിന് ഡിനോട്ട് ചെയ്യാൻ nth ടേമിന് ഡിനോട്ട് ചെയ്യാൻ a പ്ലസ് n മൈനസ് വൺ ഇൻറ്റു ഡി ഇൻറ്റു പി ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് വൺ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ബ്രാക്കറ്റിന് പകരമാണ് മുകളിലുള്ള വര കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബ്രാക്കറ്റിന് പകരമാണ് വര കൊടുത്തിരിക്കുന്നത്. ഇതാണ് nth ടേമിന്റെ ഫോർമുല. അതേസമയം n ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കൂ, വളരെ ലോങ് ആണ്. വളരെ ലോങ് ആയ ഒരു ഫോർമുലയാണ്. ഈ രണ്ട് ഫോർമുലകളാണ് നമുക്ക് അവിടെ ഉള്ളത്. ഇനി അടുത്ത് ഇവരിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, n ഇൻഫിനിറ്റി ആണെങ്കിൽ, അതായത് ഈ സമ്മ് അവസാനിക്കാതെ പോവുകയാണെങ്കിൽ, ആദ്യത്തെ 10 നമ്പറിന്റെ സം, ആദ്യത്തെ 7 നമ്പറിന്റെ സമ്മ് എന്നല്ലാതെ മൊത്തത്തിൽ അങ്ങ് മുഴുവൻ സമ്മ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന ഫോർമുല ഇയാളെ. പക്ഷെ ഒരു നിർബന്ധമുണ്ട്, ആറിന്റെ മോഡുലസ് ലെസ് ദാൻ 1 ആയി. കോമൺ റേഷ്യോ 2 ആണെങ്കിൽ മോഡുലസ് ഓഫ് 2 അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അത് പറ്റില്ല, അതിനൊന്നും ഈ ഫോർമുല വർക്കാവില്ല. ഇപ്പൊ 6 നോക്കുമ്പോ 0.5, 6 നോക്കുമ്പോൾ 0.5 കുഴപ്പമില്ല, വർക്കാവും. 6 ഈക്വൽ ടു 1 വർക്കാവില്ല. 6 1 ആയാലും പറ്റൂല, ലെസ് ദാൻ 1 ആയിരിക്കും. എങ്കിലേ ഈ ഫോർമുല എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പ്രോബ്ലവും അങ്ങനെ അധികം ഇല്ല. ഈ രണ്ട് പ്രോബ്ലം എന്തേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പോ നമ്മുടെ എന്താണ് അരിത്തമെറ്റിക് ജിയോമെട്രിക് പ്രോഗ്രഷൻ AGP അവിടെ വെച്ച് കഴിയുകയാണ്. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോഗ്രഷൻ ആണ്. അയാളുടെ പേര് ഹാർമോണിക് പ്രോഗ്രഷൻ ആണ്. ഒരു സീക്വൻസ് ഹാർമോണിക് പ്രോഗ്രഷൻ ആകണമെങ്കിൽ അതിൻ്റെ അകത്ത് നോൺ സീറോ നമ്പറുകളായിരിക്കണം. അതായത് അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും സീറോ ഉണ്ടാകരുത്. അതിനെ തലകുത്തനെ എഴുതിയാൽ, അതായത് 1/A1 റെസിപ്രോക്കൽ എടുത്ത് എഴുതിയാൽ 1/A1 1/A2 1/A3 ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കുകയും വേണം. അതിനെയാണ് നമ്മൾ ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സ് ഹാർമോണിക് പ്രോഗ്രഷനിലായിരിക്കണമെങ്കിൽ അതിന്റെ റെസിപ്രോക്കലുകളുടെ കളക്ഷൻ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കണം. അതാണ് ഹാർമോണിക് പ്രോഗ്രഷന്റെ ഡെഫിനിഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ 10th ടേം ഓഫ് HP കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് HP ആണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് മാറ്റാം. റെസിപ്രോക്കൽ എടുത്തു നോക്കാം. 3 7 11 15. 3 + 4 7, 7 + 4 11, 11 + 4 14 കറക്റ്റ് ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതിന്റെ 10ാമത്തെ ടേം A10, അതിന്റെ 10ാമത്തെ ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല A + 10 - 1 × D. 10 - 1 × D. ഫസ്റ്റ് ടേം 3 ആണ്. 10 - 1 9 ആണ്. D എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 3 + 9 × 4, 9 × 4 36. 3 + 36 39. അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 10ാമത്തെ ടേം ആണ് 39. ഇയാളുടെ 19ാമത്തെ ടേം, 10ാമത്തെ ടേം ഇതിന്റെ എന്തായിരിക്കും, റെസിപ്രോക്കൽ ആയിരിക്കും 1/31. ശ്രദ്ധിക്കുക, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത്. എന്താണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ റെസിപ്രോക്കലിനെയാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ഹാർമോണിക് പ്രോഗ്രഷൻ. ഡൺ. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് എന്താണ് പ്രോബ്ലം ചെയ്യുന്നു. അത് വേറൊന്നുമല്ല, ആദ്യത്തെ n നമ്പറുകളുടെ സം എടുത്താൽ കിട്ടുന്ന ഫോർമുല, ആദ്യത്തെ n നമ്പറുകളുടെ സ്ക്വയറുകളുടെ സം എടുത്താൽ കിട്ടുന്ന ഫോർമുല, ആദ്യത്തെ n നമ്പറുകളുടെ ക്യൂബിന്റെ സം എടുത്താൽ കിട്ടുന്ന ഫോർമുല, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ മൂന്ന് ഫോർമുലകൾ. അതായത് 1 + 2 + 3 + etc. + n
ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. നെക്സ്റ്റ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർഡ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർ ഇതാണ്. ആൻഡ് ഫൈനലി 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എൻ ക്യൂബ്, അത് ഈ പുള്ളിക്കാരനുണ്ട്. അതിന്റെ പ്രൂഫും നമുക്കവിടെ തന്നിട്ടുണ്ട്. അയാളെ ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്നതേ. അപ്പോ ഇതാണ് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെയും മറ്റു കാര്യങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്ത സീക്വൻസിന്റെയും സീരീസിന്റെയും കാര്യത്തിൽ പറയാൻ. ഓക്കെ, അപ്പോ ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു. കോംപ്ലക്സ് നമ്പർ ഇസ് ഇൻ ദ ഫോം എ പ്ലസ് ഐ ബി അല്ലെങ്കിൽ എ പ്ലസ് ബി ഐ. സ്റ്റാൻഡേർഡ് ഫോം എന്നാണ് ആ പുള്ളിയെ പറയുന്നത്. സ്റ്റാൻഡേർഡ് ഫോം. ഇതിന്റെ റിയൽ പാർട്ടാണ് എ, ഇമാജിനറി പാർട്ടാണ് ബി. റിയൽ പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് റിയൽ ഇസഡ്, ഇമാജിനറി പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആകണമെങ്കിൽ, അതായത് എ പ്ലസ് ബി ഐയും സി പ്ലസ് ഡി ഐയും ഈക്വൽ ആകണമെങ്കിൽ റിയൽ പാർട്ടുകൾ രണ്ടും ഈക്വൽ ആവണം, അതുപോലെ ഇമാജിനറി പാർട്ട് രണ്ടും ഈക്വൽ ആവണം. അല്ലാതെ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അവരുടെ റിയൽ പാർട്ടും ഈക്വൽ ആണ്, ഇമാജിനറി പാർട്ടും ഈക്വൽ തന്നെയാണ്. അതാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. ഇനി കോംപ്ലക്സ് നമ്പറിന്റെ ആൾജിബ്ര, അതായത് കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ബി ഐയും സി പ്ലസ് ഡി ഐയും കൂട്ടാനായിട്ട് റിയൽ പാർട്ടുകളെ രണ്ടുപേരെയും കൂട്ടുക എ പ്ലസ് സി, പ്ലസ് ഇമാജിനറി പാർട്ടുകളെ രണ്ടുപേരെയും കൂട്ടുക ബി പ്ലസ് ഡി. എങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ആഡ് ചെയ്യാം, എ പ്ലസ് ബി ഐയും സി പ്ലസ് ഡി ഐയും. റിയൽ പാർട്ട് രണ്ടുപേരും കൂട്ടുക പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് രണ്ടുപേരും കൊടുക്കുക. കുറയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെ, എ മൈനസ് സി, എയിൽ നിന്ന് സി കുറയ്ക്കുക പ്ലസ് ഐ ഇൻറ്റു ബിയിൽ നിന്ന് ഡി കുറയ്ക്കുക. അപ്പൊ നമ്മള് കോംപ്ലക്സ് നമ്പറിന്റെ അഡിഷനും സബ്സ്ട്രാക്ഷനും പഠിച്ചു. കോംപ്ലക്സ് നമ്പറിന്റെ അഡിഷനും സബ്സ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു. ഇനി മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ഇവിടെ ഫോർമുലയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതായത് എ പ്ലസ് ബി ഐയുടെ കൂടെ സി പ്ലസ് ഡി ഐ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ പ്ലസ് ബി ഐയുടെ കൂടെ സി പ്ലസ് ഡി ഐ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എ ഇൻറ്റു സി എ സി, ബി ഐ ഇൻറ്റു സി ബി ഐ ഇൻറ്റു സി ബി സി ഐ, ബി ഐ ഇൻറ്റു ഡി ഐ ബി ഐ ഇൻറ്റു ഡി ഐ ബി ഡി, ഐ ഇൻറ്റു ഐ മൈനസ് വൺ, ഐ ഇൻറ്റു ഐ മൈനസ് വൺ മൈനസ് വൺ, പ്ലസ് പ്ലസ് എ ഇൻറ്റു ഡി ഐ, എ ഇൻറ്റു ഡി ഐ എ ഡി ഐ, എ ഇൻറ്റു ഡി ഐ എ ഡി ഐ കഴിഞ്ഞു. എ ഇൻറ്റു സി എ സി പ്ലസ് ഇതിട്ടില്ല, പ്ലസ് ഓർ മൈനസ് ഇട്ടിട്ടില്ല. പിന്നെ എ ഇൻറ്റു ഡി ഐ സോറി ബി ഐ ഇൻറ്റു ഡി ഐ, ബി ഐ ഇൻറ്റു സി, ബി ഐ ഇൻറ്റു ഡി ഐ മൈനസ് വി ഡി ഐ, സോറി മൈനസ് വി ഡി, ഐയും ഐയും കൂടെ മൈനസ് വൺ ആണ്, ഐ ഇൻറ്റു ഐ മൈനസ് വൺ ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എ ഇൻറ്റു ഡി ഐ, ഐ ഇല്ലാത്ത ആൾക്കാരെല്ലാം ഒരുമിച്ച് എഴുതുന്നു, എ സി മൈനസ് ബി ഡി. ഐയുള്ള ആൾക്കാരെല്ലാം പ്രത്യേകിച്ച് എഴുതും, എച്ച് സി പ്ലസ് എ ഡി. കഴിഞ്ഞു. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ്. അപ്പൊ നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ പഠിച്ചു കഴിഞ്ഞു.
മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ പഠിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ ആണ്. ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ. അതിനു മുൻപ് നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യം കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്താണെന്ന് പഠിക്കണം. എന്താണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ്? എ പ്ലസ് ഐ ബി എന്ന ഒരു കോംപ്ലക്സ് നെയിമിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എ മൈനസ് ഐ ബി ആയിരിക്കും. എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി ആയിരിക്കും. ഇതാണ് കോൺജുഗേറ്റിന്റെ ഡെഫിനിഷൻ. ഇതാണ് കോൺജുഗേറ്റിന്റെ നമ്മുടെ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്ന രീതി. ഇപ്പൊ ഞാൻ 2+3 തരികയാണെങ്കിൽ കോൺജുഗേറ്റ് 2-3 ആയിരിക്കും. 2+3 തരികയാണെങ്കിൽ കോൺജുഗേറ്റ് 2-3 ആയിരിക്കും. ഇനി അല്ല, ഞാൻ 2-3 തരികയാണെങ്കിൽ നിങ്ങൾ നടുക്ക് മൈനസ് ഇടണം. 2 -3 2 -3 മൈനസ് മൈനസ് കൂടെ പ്ലസ് ആകും. 2+3 കോൺജുഗേറ്റ് കിട്ടും. ഇനി കോൺജുഗേറ്റുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. അതായത് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് നമുക്കറിയാം. അതുപയോഗിച്ച് എ സ്ക്വയർ മൈനസ് ഐ ബി ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ഐ ബി ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ബി സ്ക്വയർ. Therefore, a square plus b square. A square plus b square. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എ പ്ലസ് ഐ ബിയുടെ കൂടെ എ മൈനസ് ഐ ബി കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ പാർട്ട് രണ്ടുപേരും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് വെച്ചാൽ മതി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായിരിക്കും അവരുടെ പ്രോഡക്റ്റ്. അപ്പൊ ഞാന് ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ പറയുന്നതിന് മുമ്പേ കോൺജുഗേറ്റ് എന്താണെന്നും പറഞ്ഞു. ഒരു നമ്പറും അതിന്റെ കോൺജുഗേറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നും പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിവിഷൻ എന്താണെന്ന് ചെയ്യണം. നമുക്കിനി ഡിവിഷൻ കാണിക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. ശരി, അപ്പോ കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാണ്. എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് ഐ ബി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിനോമിനേറ്ററിലുള്ള ആളുടെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ ഉള്ളത് എ പ്ലസ് ഐ ബി ആണ്. അയാളുടെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി ആണ്. അത് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യും. താഴെ എ പ്ലസ് ഐ ബി ഉണ്ടായിരുന്നു. അയാളുടെ കൂടെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയി. നിങ്ങൾക്കത് കാണാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇയാൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന്. എക്സ് ഇൻറ്റു എ എക്സ്, എക്സ് ഇൻറ്റു എ എക്സ്, പിന്നെ എക്സ് ഇൻറ്റു മൈനസ് ഐ ബി, എക്സ് ഇൻറ്റു മൈനസ് ഐ ബി. അപ്പൊ മൈനസ് ഐ ബി എക്സ്, മൈനസ് ഐ ബി എക്സ്. പിന്നെ ഐ വൈ ഇൻറ്റു എ, ഐ വൈ ഇൻറ്റു എ, ഐ എ വൈ. അടുത്ത ഐ വൈ ഇൻറ്റു മൈനസ് ഐ ബി, ഐ ഇൻറ്റു മൈനസ് ഐ, ഐ ഇൻറ്റു മൈനസ് ഐ, ഐ വൈയും -1, മൈനസ് കൂടെ പ്ലസ് വൈ ബി, വൈ ബി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്നിട്ട് ഐ ഇല്ലാത്ത ടേം ആണ് എ എക്സും വൈ ബിയും. അവർ രണ്ടുപേരും ഒരുമിച്ചെടുത്തു. എ എക്സ് പ്ലസ് ബി വൈ. ഐ ഉള്ള ടേം ആണ് ബി എക്സും എ വൈയും, ബി എക്സും എ വൈയും. അപ്പൊ അവർ രണ്ടുപേരെയും കൂടെ മൈനസ് ബി എക്സ് മൈനസ് എ വൈ. രണ്ട് പേരും ഉള്ള ടേം ആണ്. ഇവിടെ ഒരു തെറ്റ് പറ്റി. മൈനസ് ബി എക്സ് പ്ലസ് എ വൈ, മൈനസ് ബി എക്സ് പ്ലസ് എ വൈ കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ ചെയ്യുന്നത്. ഡിവിഷൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് സം കോംപ്ലക്സ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ കോംപ്ലക്സ് നമ്പർ എന്ന് എഴുതുക.
എന്നിട്ട് താഴെയുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. കോൺജുഗേറ്റ് കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു നമ്പർ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആ നമ്പർ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം പറയുകയാണ്. ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു i⁻1 i ആണ്. i² -1 ആണ്. i³ -i ആണ്. i⁻4 1 ആണ്. ഇനി i⁵ i ആണ്. i⁻6 -1 ആണ്. i⁻7 -i ആണ്. i⁻8 1 ആണ്. അതായത് നമ്മുടെ ഐയുടെ പവർ 4 4ന്റെ മൾട്ടിപ്പിളോ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 1 കിട്ടിക്കൊണ്ടിരിക്കും. ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 1 കുറവാണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 1 കുറവാണ് 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 1 കുറവാണ് എങ്കിൽ നമുക്ക് -i കിട്ടിക്കൊണ്ടിരിക്കും. ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 2 കൂടുതലാണ് എങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ 8 ആണല്ലോ, 8ൽ നിന്ന് 2 കൂടുതലാണെങ്കിൽ -1 കിട്ടിക്കൊണ്ട് 12 ആയിരുന്നല്ലോ 4ന്റെ മൾട്ടിപ്പിൾ, അതിനോട് 2 കൂടിയാൽ 14. നമ്മുടെ ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 1 കൂടുതലാണെങ്കിൽ 8 + 1 9, എന്നാൽ ഐ തന്നെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 1 കൂടുതൽ, അങ്ങനെയാണെങ്കിൽ ഐ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രൊസീജിയർ. ഇതാണ്. ഐയുടെ പവർ 4 ആണെങ്കിൽ നമുക്ക് 1 കിട്ടും. 4ന്റെ പവർ 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് ഐയുടെ പവർ 4 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 കിട്ടും. 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 1 കുറവാണെങ്കിൽ -i കിട്ടും. 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 2 കൂടുതൽ അല്ലെങ്കിൽ 2 കുറവാണെങ്കിൽ -1 കിട്ടും. 4ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 1 കൂടുതലാണെങ്കിൽ ഐ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ കോൺജുഗേറ്റിനെ പറ്റി പറയുന്നുണ്ട്. കോൺജുഗേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ കോൺജുഗേറ്റ് ഇസഡ് എന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിനെ ഇസഡ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ 2 + 3i the whole bar 2 - 3i, 3 - 4i the whole bar 3 + 4i ആയി. 3 - -4i 3 + 4i ആയി. ഐയുടെ കോൺജുഗേറ്റ് -i ആയി. കണ്ടോ, ഐ ഉള്ള ആളിനും ഫ്രണ്ടിൽ മൈനസ് ഇട്ടാൽ മതി. ഐക്ക് മാത്രം ഐയുടെ ഫ്രണ്ടിൽ മാത്രം മൈനസ് ഇട്ടാൽ മതി. അപ്പൊ 3 കോൺജുഗേറ്റ് 3 + 0i ആണ്. 3 + 0i, അല്ലെങ്കിൽ അവിടെ ഐ ഇല്ല, മൈനസ് ഇടണ്ട, അത് അതേപോലെ എഴുതിയാൽ മതി. ഇതാണ് കോൺജുഗേറ്റ്. ആ കോൺജുഗേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, അതിൽ കൂടുതലൊന്നുമില്ല. അടുത്ത് നമ്മുടെ കയ്യിലുള്ളതാണ് മോഡുലസ് എന്ന കാര്യം. മോഡുലസ്, നമ്മുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് x + iy. അതിന്റെ മോഡുലസ് ഡിനോട്ട് ചെയ്യുന്നത് mod(z). അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് x² + y² കണ്ടുപിടിച്ചിട്ട് ഒരു റൂട്ട് ഇട്ടാൽ x² + y² ദ ഹോൾ റൂട്ട് ഇട്ടാൽ മതി. അതാണ് മോഡുലസ്. മോഡുലസ് ഇത്രയേ ഉള്ളൂ. മോഡുലസ് ഓഫ് z is equal to root of real part square plus imaginary part square. Root of real part square plus imaginary part square. ഇതാണ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി. ശരി, അപ്പൊ ഇതാണ് എനിക്ക് കോംപ്ലക്സ് നമ്പറിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. ഈ പുള്ളിക്കാരനാണ്. കഴിഞ്ഞു. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ തന്നെ പോകുന്നത്. നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലം എല്ലാം ചെയ്ത് നോക്കിയിട്ട് എന്നോട് എന്ത് ചെയ്യാൻ ഡൗട്ട് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ്, നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് റെപ്രസെന്റേറ്റ് ചെയ്യണം, ഫിഗറിൽ റെപ്രസെന്റേറ്റ് ചെയ്യണം. കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഫിഗറിൽ റെപ്രസെന്റേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത ആവശ്യം. അപ്പോ നമുക്ക് 2 ഡയമെൻഷണൽ സ്പേസ് ഉണ്ട്. ഇതായിരിക്കുന്നു 2 ഡയമെൻഷണൽ സ്പേസ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ കോംപ്ലക്സ് നമ്പർ x + iy. നമ്മുടെ കോംപ്ലക്സ് നമ്പർ x + iy.
ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അയാളെ ഡിനോട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസ് എടുക്കണം, വൈ ആക്സിസിൽ വൈ ഡിസ്റ്റൻസ് എടുക്കണം. ഈ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് ആണ്, ഈ ഡിസ്റ്റൻസ് വൈ ഡിസ്റ്റൻസ് ആണ്. എന്നിട്ട് നിങ്ങൾ പോയിന്റ് മാർക്ക് ചെയ്യും എക്സ് കോമ വൈ. എക്സ് കോമ വൈ എന്ന പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യും. ഈ പോയിന്റ് ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഈ പോയിന്റ് ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഇത്രയേ ഉള്ളൂ കോംപ്ലക്സ് നമ്പർ. അല്ലാതെ ചിലര് പറയും ഈ ലൈൻ ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ലൈൻ ആണ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ നിങ്ങൾ പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നത് പോലെ തന്നെ, എക്സ് പ്ലസ് ഐ വൈ, എക്സ് കോമ വൈ എന്ന പോയിന്റ് ഡിനോട്ട് ചെയ്യുക. അത് തന്നെയായിരിക്കും നിങ്ങളുടെ കോംപ്ലക്സ് നമ്പർ. കഴിഞ്ഞു കേട്ടോ. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഇസഡ് ആണ് കേട്ടോ. അവർ ആരോ ആയിട്ട് ഈ ലൈൻ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഈ ലൈൻ. അപ്പോ ഇതിനെ എന്താണ്, കോംപ്ലക്സ് നമ്പറിനെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈനിനെ, ഈ പ്ലെയിനെ നമ്മൾ ആർഗന്റ് പ്ലെയിൻ, ആർഗന്റ് ഡയഗ്രാം, കോംപ്ലക്സ് പ്ലെയിൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പേരുണ്ട്. ശരി, ഇനി ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ഇങ്ങനെ നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോൾ അയാൾ എക്സ് ആക്സിസുമായി എന്തുണ്ടാക്കും? ഒരു ആംഗിൾ ഉണ്ടാക്കും. ഈ ആംഗിള് തീറ്റ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്കൊരു പേരുണ്ട് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. അതേസമയം അയാൾക്ക് ഒറിജിനിൽ നിന്നുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആ പുള്ളിയാണ് മോഡുലസ് ഓഫ് ഇസഡ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇങ്ങനെ രണ്ട് കമ്പോണന്റ് കൂടെ ഉണ്ട്. ഫിഗർ മാർക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് കേട്ടോ. ഫിഗർ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക, അതായത് ഈ ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ, വിച്ച് ഇസ് കോൾഡ് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. ആൻഡ് ദിസ് ഇസ് മോഡുലസ് ഓഫ് ഇസഡ്. എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ്, ലെങ്ത് ഓഫ് ഇസഡ് എന്നൊക്കെ പറയാറുണ്ട്. ലെങ്ത് അവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ഇസഡ് ആണ്. അങ്ങനെ ഇങ്ങനെ എഴുതാം. ഇവിടെ നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്നതിനോടൊപ്പം വേറൊരു ഡിനോഷനും കൂടെ ഉണ്ട്, ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഈ ആർ എന്ന് പറയുന്നത് വേറെ ആരുമില്ല, മോഡുലസ് ഓഫ് ഇസഡ് ആണ്. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഈ ആർ. ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ തീറ്റയാണ്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ തീറ്റയാണ്. ഇങ്ങനെയാണ് അവർ എടുക്കാറ് കേട്ടോ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ തീറ്റയാണ്. അതായത് എക്സ് പ്ലസ് ഐ വൈ എ നമ്മൾ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാറ്. ആ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ് ഇ റൈസ് ടു ഐ തീറ്റ. ഇപ്പൊ നിങ്ങൾ എഴുതിയ ഇസഡിന്റെ പുതിയ ഫോം, ഈ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ ഫോം. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഈ ഫോമിന്റെ പേര് റെക്ടാങ്കുലർ ഫോം എന്നാണ്. അതേസമയം ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്ന ഈ ഫോമിന്റെ പേര് പോളാർ ഫോം എന്നാണ്. നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആർ ഇ റൈസ് ടു ഐ തീറ്റയാണ്. അത് ഒരു കാരണവശാലും മറന്നു പോകും. അപ്പോ നമ്മുടെ ആർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് ആണ്, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് ആണ്. അതിന് ഫോർമുല ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്നൊരു ഫോർമുലയുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അതായത് എക്സിന്റെ വാല്യൂ എക്സ് പ്ലസ് ഐ വൈ, എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആർ കോസ് തീറ്റ ആണല്ലോ, അതുകൊണ്ട് എക്സ് ആർ കോസ് തീറ്റ. ഐ വൈ, വൈയുടെ സ്ഥാനത്ത് കിടക്കുന്ന സൈൻ തീറ്റ, ആർ കൊണ്ട് മൾട്ടിപ്ലൈ ആർ സൈൻ തീറ്റ. അതാണ് ഞാൻ അവിടെ എഴുതിയത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫോർമുലയാണ്. ആർ തീറ്റ എക്സ് വൈ എന്ന് പറയുന്ന ഈ ഫോർമുലകൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫോർമുലകളാണ്. സൂക്ഷിക്കുക, അവരെ നമ്മൾ എഴുതി വെക്കണം. പോളാർ ഫോം തന്നു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുന്നത്. ഇതിന്റെ പേര് അങ്ങനെയാണ്, റെക്ടാങ്കുലർ ഫോം, കാർട്ടീഷ്യൻ ഫോം എന്നൊക്കെയാണ് പേര്.
റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുന്നതും റെക്ടാങ്കുലർ ഫോം തന്നാൽ പോളാർ ഫോമിലേക്ക് മാറ്റേണ്ടതും ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. കണ്ടല്ലോ ഞാൻ ടാൻ തീറ്റ ഈക്വൾ ടു വൈ ബൈ എക്സ്, അപ്പൊ തീറ്റ ഈക്വൾ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന ഫോർമുല ഞാൻ പറഞ്ഞ ഫോർമുല ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഇവിടെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറമാണ് ഡി മോബിയസ് തിയറം. ഡി മോബിയസ് തിയറം എന്താണ് ഇവിടെ ഡി മോബിയസ് തിയറം ചെയ്യുന്നത് നോക്കുക. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, അതാണ് നമ്മുടെ ഇ റൈസ് ടു ഐ തീറ്റ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയുടെ പവർ എടുക്കുകയാണെന്ന് വിചാരിച്ചാൽ റൈസ് ടു എൻ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. തീറ്റയുടെ കൂടെ n മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, അല്ലാതെ പവർ ഒന്നും എടുത്ത് കഷ്ടപ്പെടേണ്ട. സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ, എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു, അല്ലെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. അങ്ങനത്തെ കഷ്ടപ്പാട് ഇവിടെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ റൈസ് ടു ഏതെങ്കിലും n, ഏതെങ്കിലും പവർ നിങ്ങൾ എടുത്തോ, ഒരു കുഴപ്പമില്ല. അത് ചെയ്യാൻ തീറ്റയുടെ കൂടെ n മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡി മോബിയസ് തിയറം ഈ പുള്ളിക്കാരൻ. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് പോളാർ ഫോമിലേക്ക് പോകുന്നതും പോളാർ ഫോമിൽ നിന്ന് തിരിച്ച് റെക്ടാങ്കുലർ ഫോമിലേക്ക് പോകുന്നതിനെ പറ്റി പറഞ്ഞു. ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്ന പോളാർ ഫോം. അതിനുശേഷം ഞാൻ ഡി മോബിയസ് ഫോർമുലയെ പറ്റി നിങ്ങളോട് സംസാരിച്ചു. ഇനി നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ കോംപ്ലക്സ് നമ്പറുകളുടെ പവർ എടുക്കുക, കോംപ്ലക്സ് നമ്പറുകളുടെ റൂട്ട് എടുക്കുക, കോംപ്ലക്സ് നമ്പറുകളുടെ എക്സ്പോണൻഷ്യൽ എടുക്കുക, കോംപ്ലക്സ് നമ്പറുകളുടെ ലോഗ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മുടെ ജോലി ഇതൊക്കെയാണ്. നമ്മള് അതിനാണ് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റില് കാര്യമായ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഈ ഒരു കാര്യം ടെക്സ്റ്റില് പറയുന്നത് പവർ ഓഫ് കോംപ്ലക്സ് നമ്പർ മാത്രമേ പറയുന്നുള്ളൂ. കോംപ്ലക്സ് നമ്പറുകളുടെ പവർ കണ്ടുപിടിക്കാൻ എന്തുപയോഗിച്ച്, ഈ ഡി മോബിയസ് ഫോർമുല ഉപയോഗിച്ച് അല്ലെങ്കിൽ പോളാർ ഫോം ഉപയോഗിച്ച് ഇവരുടെയൊക്കെ പവർ കണ്ടുപിടിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ പവർ കണ്ടുപിടിക്കാനുള്ള രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് √3 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ തേർഡ് പവർ എടുക്കണം, ക്യൂബ് എടുക്കണം. ഇവിടെ ചെയ്യാൻ പോകുന്ന ജോലി എന്താണ് നോക്കുക. ആദ്യം തന്നെ √3 + i പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ r cos θ + i sin θ ഫോമിലേക്ക് ഇയാളെ മാറ്റണം. r എന്ന് പറയുന്നത് നമുക്കറിയാം √(x²+ y² ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് റിയൽ പാർട്ട് √3 ആണ്. √3യുടെ സ്ക്വയർ 3. കോംപ്ലക്സ് പാർട്ടിലെ 1 ആണ്. 1ന്റെ സ്ക്വയർ 1. 3 + 1 4, √4 2, r വാല്യൂ 2. തീറ്റ വാല്യൂ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്. y വാല്യൂ അതായത് ഇമാജിനറി പാർട്ട് 1, ടാൻ ഇൻവേഴ്സ് 1, റിയൽ പാർട്ട് √3. ടാൻ 1/√3 ആകുന്നത് 30 ഡിഗ്രിയിലാണ്. 30 ഡിഗ്രി. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1/√3 30 ഡിഗ്രി. അപ്പൊ തീറ്റയുടെ വാല്യൂ കിട്ടി 30 ഡിഗ്രി. ആറിന്റെ വാല്യൂ 2, തീറ്റയുടെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രി. അപ്പോ നമ്മുടെ കോംപ്ലക്സ് ഫോം എന്ന് പറയുന്നത് r എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു എന്താണ്? കോസ് 30 cos θ + i sin θ. cos θ + i sin θ. തീറ്റയുടെ സ്ഥാനത്ത് 30ഉം ആറിന്റെ സ്ഥാനത്ത് 2. നമ്മുടെ നമ്പർ z എന്ന് ഞാൻ എടുക്കുകയാണ്. ഈ പുള്ളി √3 + i z എന്ന് എടുക്കുക. എനിക്ക് ഇസഡിന്റെ ക്യൂബ് √3 + i ഹോൾ ക്യൂബ് ആണ് വേണ്ടത്. ഞാൻ ഇപ്പുറത്തെ സൈഡ് ക്യൂബ് എടുക്കുന്നു. 2ന്റെ ക്യൂബ് 8. പിന്നെ cos 30 + i sin 30 ദ ഹോൾ ക്യൂബ്.
ഇവിടെയാണ് ഞാൻ ഡി മോബിയസ് ഫോർമുല ഉപയോഗിക്കാൻ പോകുന്നത്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയുടെ പവർ എടുക്കുമ്പോൾ ഈ പവറിനെ കൊണ്ടുവന്ന് ഇവിടെ ആംഗിളിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോസ് 3 × 30 പ്ലസ് ഐ സൈൻ 3 × 30. 3 × 30 90 ഡിഗ്രിയാണ്. 8 × cos 90 പ്ലസ് ഐ സൈൻ 90. cos 90 0 ആണ്, sin 90 1 ആണ്. അപ്പൊ 8 × 0 പ്ലസ് ഐ × 1. 0 പ്ലസ് ഐ ആണ്, അപ്പൊ 8i. 0 പ്ലസ് ഐ ആണ്, അപ്പൊ 8i. 8i ആയിരിക്കും നമ്മുടെ എന്ത് ക്യൂബ്. നിങ്ങളിത് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ √3 പ്ലസ് ഐ × √3 പ്ലസ് ഐ എക്സ്പാൻഡ് ചെയ്യണം. √3 പ്ലസ് ഐ × √3 പ്ലസ് ഐ. √3 × √3 3. √3 × ഐ പ്ലസ് √3i. ഐ × √3 വീണ്ടും √3i. പിന്നെ ഐ × i മൈനസ് 1. ഐ × i മൈനസ് 1. അത് 3 - 1 2 പ്ലസ് √3 പ്ലസ് √3i പ്ലസ് √3i 2√3i ഇൻറ്റു വീണ്ടും √3 പ്ലസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്യൂബ് അല്ലേ എടുക്കാനുള്ളത്, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 8i കിട്ടും. പക്ഷെ ഡി മോബിയസ് തിയറം വെച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്. പവർ എടുക്കുന്നത് ഇങ്ങനെ. ആറും തീറ്റയും കണ്ടുപിടിച്ച് അയാളെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വേണ്ട പവർ എടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അതുപയോഗിച്ച് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തും. ഇതാണ് പ്രൊസീജിയർ. ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോംപ്ലക്സ് നമ്പറുകളുടെ പവറുകൾ കണ്ടുപിടിക്കാൻ കഴിയും. ഇതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചെയ്യുന്നത്. ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കുക, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. യെസ്, മൂവിങ് ഓൺ. നെക്സ്റ്റ് പോകുന്നത് നമ്മൾ എന്താണ്, ഇക്വേഷൻസിലേക്കാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം ax² പ്ലസ് bx പ്ലസ് c is equal to 0. ax² പ്ലസ് bx പ്ലസ് c is equal to 0. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് x is equal to -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac by 2a. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇത് പുതിയ കാര്യമൊന്നുമല്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അതിന്റെ സൊല്യൂഷന്റെ ഫോർമുല -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac by 2a. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷന്റെ ഫോർമുല. നെക്സ്റ്റ്, ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ്, ഇതിന്റെ സൊല്യൂഷനും റൂട്ടും ആൽഫയും ബീറ്റയും ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b by a ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു c by a. ഇങ്ങനൊരു ബന്ധം ഉണ്ട്. റൂട്ടുകൾ തമ്മിൽ കോഎഫിഷ്യന്റുകൾക്ക് ഇങ്ങനൊരു ബന്ധമുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ ആൽഫയും ബീറ്റയും ആണെങ്കിൽ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആൽഫയും ബീറ്റയും ആണെങ്കിൽ ആൽഫയുടെയും ബീറ്റയുടെയും സമ്മ് -b by a, ആൽഫയുടെയും ബീറ്റയുടെ പ്രോഡക്റ്റ് c by a യും ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ സൊല്യൂഷൻസ്, ആൽഫയും ബീറ്റയും സൊല്യൂഷൻ ആണെങ്കിൽ, then ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൽഫയും ബീറ്റയും സൊല്യൂഷൻ ആണെങ്കിൽ തിരിച്ച് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു 0.
എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു 0. അതായത് കാര്യം ശ്രദ്ധിക്കുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ, അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഇനി സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അയാളുടെ കോഎഫിഷ്യന്റുകൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് അടുത്ത് കാണിക്കുന്നത്. ഇത്രയും പറയുന്നതോടുകൂടി നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന സെക്ഷൻ നമുക്കിവിടെ കഴിയും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ആൽഫ ബീറ്റ റൂട്ട്സ് ഓഫ് ദിസ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ ആൽഫ സ്ക്വയർ പ്ലസ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കാം. 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ ഇവിടെ നോക്കുകയാണെങ്കിൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ബൈ ബീറ്റ പ്ലസ് ആൽഫ ബൈ ആൽഫ ഇൻറ്റു ബീറ്റ എന്നാവും. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൽഫ ഇൻറ്റു ബീറ്റ സി ബൈ എ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അവർ വെട്ടിപ്പോകുമ്പോൾ മൈനസ് ബി ബൈ സി ആവും. അടുത്ത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എഴുതിയിട്ടുണ്ട്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആണ്. ആൽഫ ബീറ്റ സി ബൈ എ ആണ്. അത് രണ്ടും എടുത്ത് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനത്തെ പ്രോബ്ലങ്ങളാണ് ഇവിടെ വരുന്നത്. അവരുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതേണ്ട പ്രോബ്ലം. പിന്നെ ഇവിടെ സൊല്യൂഷൻ ഒന്നും അങ്ങനെ കണ്ടുപിടിച്ച് കാണുന്നില്ല. ഞാനിപ്പോ തൊട്ടു മുമ്പേ പറഞ്ഞ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതുന്നത്. എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ റിയൽ ലൈഫ് പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഈ ഒരു കാര്യം വെച്ച് സോൾവ് ചെയ്യുക. അപ്പൊ ആ ഒരു സെക്ഷൻ കഴിയുന്നത്, ആ സെക്ഷൻ മുഴുവനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രമായിരിക്കും. ഞാൻ ഇപ്പൊ തിയറി പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ള പ്രോബ്ലം മാത്രമാണ് അവരിവിടെ ചെയ്യുന്നത്. പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കുക, ഡൗട്ട് ഉള്ളത് ചോദിക്കുക. ബട്ട് നെക്സ്റ്റ് ക്യൂബിക് ആൻഡ് ബയോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നതൊക്കെ മറ്റൊരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ മാത്രം മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു കാര്യം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കാര്യം. ഈ ഇത്രയും കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം മുഴുവൻ സോൾവ് ചെയ്യുന്നത്. നിങ്ങളത് സോൾവ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഡൗട്ട് ഉള്ളത് ചോദിക്കാം, അത് ഡിസ്കസ് ചെയ്ത് തന്നെ നമുക്ക് പോകും. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം.